This program co-sponsored by JMJ Fintech, NBFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. Budget beyond digits. ബജറ്റ് ദിനത്തിലെ ട്രേഡിംഗും ആരംഭിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാ ഇൻഡസ്ട്രിയും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് മോഡിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫ്ലാറ്റായി ആരംഭിച്ച ആഭ്യന്തര വിപണി ഒരു സെക്ടറുകളെല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പ്രഖ്യാപനങ്ങളോട് ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രതീക്ഷ ഇല്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്കിപ്പോൾ മൈഫിൻ TV റിസർച്ച് ഹെഡ് സൂരജ് സാർ ഉണ്ട്. വെൽക്കം സാർ. ഒപ്പം തന്നെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറും കൂടി ചേരുന്നുണ്ട്. എന്തായാലും ഈ ഓരോ മണിക്കൂറുകളിലെയും പ്രഖ്യാപനങ്ങളൊക്കെ ഈ വിപണിയിൽ എങ്ങനെയാകും ചലനങ്ങൾ സൃഷ്ടിക്കുക, ഒപ്പം തന്നെ ഏതെല്ലാം സെക്ടറുകൾക്ക് മൊമെന്റം ഉണ്ടാകും, ഏതെല്ലാം ഓഹരികൾക്ക് നേട്ടമുണ്ടാകുമെന്ന കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി മൈഫിൻ TV ഇവിടെ റെഡിയാണ്. ഒപ്പം വരും മണിക്കൂറുകളിൽ കൂടുതൽ സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരും നമുക്കൊപ്പം ചേരും. കൂടാതെ മൈഫിൻ TV റിസർച്ച് ടീമും ഇവിടെ സജ്ജമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റിൽ സാധാരണക്കാരനും നിക്ഷേപനും എല്ലാവർക്കും ഒരുപോലെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നികുതി ഇളവുണ്ടാകുമോ, ഒപ്പം തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് HTTയിൽ ഇളവ് പ്രതീക്ഷിക്കാമോ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു താങ്ങാകുമോ ഇന്നത്തെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി. ആദ്യം സൂരജ് സാറിലേക്കാണ്. ഇന്നത്തെ ഒരു ബജറ്റ് ദിനത്തെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ ഇൻവെസ്റ്റേഴ്സ് അടക്കം കാണുന്നത്? Good morning, Naina. Good morning, Pradeep. Good morning, Anish as well, and good morning, viewers. Welcome to the special day, special show, Big B. നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മാർക്കറ്റ് അവലോകനം മാത്രമല്ല. കാര്യം ഞാനും പ്രദീപും മനീഷും നയനയും കൂടി ഏതാണ്ട് ഇവിടുന്ന് 11 മണി വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യം തന്നെ ഉറപ്പു തരുന്നു. അതിൽ ഒരുപാട് സ്റ്റോക്കിനെയും സെക്ടറുകളെയും ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, ഡിസ്കഷൻസ് വരുന്നു, ഡിബേറ്റ് വരുന്നു എന്നിങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ പല പ്രേക്ഷകരും നയന നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് ദിവസം അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പൊതുവെ അറിയേണ്ടതെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എക്സാക്ട് ഡേറ്റ് നമുക്ക് അറിയാൻ സാധ്യതയില്ല, എങ്കിലും ചെറുതായിട്ട് ഞാനൊരു ഐറ്റിനറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ജനുവരിയുടെ തുടക്കമൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ഒന്ന് ചെന്ന് കാണും. എന്നിട്ട് ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അന്നൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ് കയ്യിലുണ്ടെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ടുള്ള സംസാരം, എവിടെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, എവിടെയൊക്കെയാണ് റിഫോംസ്. ഇതിനു മുമ്പേ പ്രൈം മിനിസ്റ്ററിന്റെ ഓരോ അഡ്വൈസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഒരു ഫൈനൽ നോഡ് കൊടുക്കുന്നത്. ഫൈനൽ നോഡ് കൊടുക്കുന്നത് വെച്ചാൽ വേറെ എന്തെങ്കിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ? കാര്യം അദ്ദേഹം പല സ്ഥലത്തും പോകുമ്പോൾ പല ഇന്റർവ്യൂവും വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പല കമ്മിറ്റ്മെന്റും കൊടുത്തേക്കാം. ലാസ്റ്റ് മിനിറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഓണർ ചെയ്യണോ എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ വെച്ച് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു കൺസെന്റും കൂടെ എടുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഈ ബഡ്ജറ്റ് പ്രോസസ്സിന്റെ തുടക്കം. അത് ഏതാണ്ട് ജനുവരി തുടക്കമോടുകൂടി അങ്ങനെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ക്യാബിനറ്റിന്റെ അടുത്തേക്കാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾ എന്താണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാബിനറ്റിൽ ഇത് വെച്ച് പാസ്സാക്കണം. കാര്യം ബഡ്ജറ്റ് ക്യാബിനറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റിനെ എല്ലാവരും ഓൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ക്യാബിനറ്റ് കംപ്ലീറ്റ് ഈ ബഡ്ജറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നതെന്നുള്ള. പക്ഷേ ഒരു കാര്യം മാത്രം, അതിനകത്തുള്ള സർപ്രൈസുകളൊന്നും വലുതായിട്ട് ക്യാബിനറ്റിൽ പറയില്ല. കാര്യം അത് ലീക്ക് ആവാതിരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. പൊതുവെ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ്, എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ ടാർഗറ്റ്, ബഡ്ജറ്റിന്റെ ഗൈഡൻസ് എന്താണ് ഗ്ലൈഡ് പാത്ത് എന്നിങ്ങനെ കാര്യങ്ങളായിരിക്കും കൂടുതലുമായിട്ടും നയന ഈ പറയുന്ന പോലെ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റിൽ ക്യാബിനറ്റിനോട് ഈ പറയുന്ന ഡ്രാഫ്റ്റ് പ്രപ്പോസലിൽ വെക്കുന്നത്. അവിടെയും ഓപ്പണായി അവിടെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിന്റെ അപ്രൂവൽ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 പ്രകാരമാണ് ക്യാബിനറ്റിന്റെ മുന്നിൽ വെക്കേണ്ടതെന്നുള്ളത്. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നേരെ സെറിമണിയിലേക്കാണ്. അതായത് ഇന്ത്യയിൽ ബഡ്ജറ്റ് ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കണക്കാക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഈ ഹൽവ സെലിബ്രേഷൻ എന്നാണ്. ഏതാണ്ട് ഒരു ജാനുവരി 26-27 കൂടി എനിക്ക് തോന്നുന്നു ജാനുവരി സെക്കൻഡ് ഹാഫിലേക്ക് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരു ഹലുവ മേക്കിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് എല്ലാ സെക്രട്ടറീസും ഉണ്ടാവും. അതായത് അന്നത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞാൽ ബഡ്ജറ്റായിട്ട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും അന്ന് പാർലമെന്റിലേക്ക് എത്തുകയാണെന്നുള്ളത്. അതായത് പിന്നെ അവർ പുറം ലോകം കാണുന്നത് ബഡ്ജറ്റ് കഴിഞ്ഞ് 2 മണിക്ക് ശേഷം ആയിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് സെക്രട്ടറീസ് ഉണ്ടാവും,
പ്രിന്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും, മറ്റുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേഴ്സണലും ഒരു 60-70 പേര് എല്ലാവരും കൂടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അടുത്ത് വരുന്നു. ഒരു ഫോട്ടോ സെഷൻ വരുന്നു. ഫോട്ടോ സെഷൻ വന്നതിന് ശേഷം നോർത്ത് ബ്ലോക്കിലെ പ്രിന്റിംഗ് ഏരിയയിലേക്ക് ഇവരെല്ലാവരും കൂടി കയറുന്നു എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം നയന, നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് മൊബൈൽ ഫോണോ മറ്റുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസും അതിനകത്ത് സംഭവിക്കുന്നില്ല. ഒരു കോർഡൺ ഓഫ്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസനേഴ്സിൻ്റെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഇത്രയും ദിവസം അവരവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പാർലമെന്റിൽ നോർത്ത് ബ്ലോക്കിൽ പ്രിന്റിംഗ് സെക്ഷനിൽ അവർക്കാവശ്യമുള്ള എല്ലാ കാര്യം, മെഡിക്കൽ എമർജൻസി, ഫുഡ്, ബാക്കിയുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും അറേഞ്ച് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അഥവാ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എമർജൻസി കോൾ വരുന്നത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സിംഗിൾ നമ്പർ, ഒരു ടെലിഫോൺ നമ്പർ ആയിരിക്കും കൊടുക്കുക. അത് ഭയങ്കരമായിട്ട് അവർ ടാപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അത്ര സീക്രസിയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും പേര് ലോക്കിൻ ഇതിനകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷനും ബഡ്ജറ്റിൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇൻസ്പെക്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പുറത്തേക്ക് വരുന്നു. ഫിനാൻസ് മിനിസ്റ്ററിന് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം, അതാണ് പ്രോട്ടോകോൾ. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രിൻറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് ഡേ അവതരിപ്പിക്കുമ്പോൾ എല്ലാ MP-മാർക്കും കൊടുക്കാനുള്ള കോപ്പി, പാർലമെന്റ് ഒഫീഷ്യൽസിന് കൊടുക്കാനുള്ള കോപ്പി, പ്രസിഡന്റിന് കൊടുക്കാനുള്ള കോപ്പി എന്നിങ്ങനെയുള്ളതൊക്കെ പ്രിന്റ് ചെയ്യുന്നു. ഇതൊക്കെ ഡിജിറ്റൈസ്ഡ് ഫോർമാറ്റ് ആക്കുന്നു. കാര്യം അടുത്ത കാലത്ത് നമുക്കറിയാലോ നയന, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചത് ടാബ്ലറ്റിൽ കൂടെയാണ്. അതുമല്ല ഇന്ന് ഇലക്ട്രോണിക്സ് ഒക്കെ ഭയങ്കര രീതിയിൽ ഡെവലപ്മെന്റ് ആയ സ്ഥിതിക്ക് ഇതെല്ലാം ഇലക്ട്രോണിക് ഫോർമാറ്റിലും കൂടെ ആക്കുക, ഫിസിക്കൽ പ്രിന്റ് ഔട്ടും കൂടി എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു ബഡ്ജറ്റ് വരെ. പിന്നെ നമുക്കറിയാം എന്താ, നമ്മൾ ഇരിക്കുന്നത് 1-ാം തീയതി ബിഗ് ഡേ അല്ലെങ്കിൽ ബിഗ് ബി എന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഷോ ഇതിന് 2 ദിവസം മുമ്പേ, അതായത് ജാനുവരി 30-ാം തീയതി ഈ ഫിനാൻസ് മിനിസ്റ്റർ ടേബിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അന്ന് ടേബിൾ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എക്കണോമിക് സർവേയുടെ കാര്യങ്ങളെല്ലാം ടേബിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് 30-ാം തീയതിത്തെ പ്രത്യേകത. 31-ാം തീയതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനൽ ടച്ചസ് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ പാർലമെന്റ് നോർത്ത് ബ്ലോക്കിലേക്ക് വീണ്ടും ഫിനാൻസ് മിനിസ്റ്റർ പോകുന്നു, ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇൻ ഓർഡർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ 31st അല്ലെങ്കിൽ 31-ാം തീയതി നടക്കുന്നത്. പിന്നെ ഈ 1-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും 9 മണിക്ക് നോർത്ത് ബ്ലോക്കിൽ ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ സെക്രട്ടറീസ് ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് 9:42 ആയി അല്ലേ. 9 മണിക്ക് തന്നെ ആ മീറ്റിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കസ്റ്റമറി ആയിട്ട് 9:30 മണിയാകുമ്പോഴത്തേക്കും ഫിനാൻസ് മിനിസ്റ്റർ രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു. രാഷ്ട്രപതിയുടെ പെർമിഷൻ, അതായത് പ്രസിഡന്റിന്റെ പെർമിഷനോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 112. അങ്ങനെ പ്രസിഡന്റിന്റെ കൺസെന്റും കൂടി എടുത്തിട്ട് വരുന്നു. 10 മണിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നു. അതായത് ഇനി ഏതാനും നിമിഷങ്ങൾക്കാവും 15 മിനിറ്റിനുള്ളിൽ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കും. ക്യാബിനറ്റ് മീറ്റിംഗിൽ ശ്രീ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യും. ആ മീറ്റിംഗിൽ അവിടെ വെച്ച് ഈ ചെറിയ അനൗൺസ്മെന്റുകളെ കുറിച്ച് ചെറിയൊരു രീതിയിൽ ബ്രീഫിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ് 10:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും പാർലമെന്റിലേക്ക് ഡിപ്പാർച്ചർ ആവുന്നു എന്നുള്ളതാണ്. 10:45 ആകുമ്പോഴത്തേക്കും പാർലമെന്റിൽ അറൈവ് ചെയ്യുന്നു. കസ്റ്റമറി ആയിട്ട് പാർലമെന്റിലേക്ക് കാർ ഇറങ്ങുമ്പോൾ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബ്രീഫ് കേസ് ആയിരുന്നു, ഇപ്പോൾ ഒരു കവറാണ്, ഒരു റെഡ് കളർ കവർ, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു കവറാണ്. അത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് ഒരു കസ്റ്റമറി ആയിട്ടുള്ള പ്രാക്ടീസാണ്. ബട്ട് അവിടെ വെച്ച് ഫിനാൻസ് മിനിസ്റ്റർ ഒന്നും സംസാരിക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫൈനൽ പ്രിപ്പറേഷനെ കഴിഞ്ഞ് പാർലമെന്റിൽ റെഡിയായിരിക്കുന്നു. 11 മണിയാവുമ്പോൾ സ്പീക്കർ വരുന്നു. സ്പീക്കർ ഇൻവൈറ്റ് ചെയ്യുന്നു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അടുത്ത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യാനായിട്ട്. അവിടെ മുതലാണ് ബഡ്ജറ്റിന്റെ തുടക്കം വരുന്നതെന്നല്ല. സോ വി ആർ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഓർ അവേഴ്സ് അവേ ഫ്രം ദ ഫൈനൽ കോൾ, ദാറ്റ് ഇസ് അറ്റ് 11 AM ടുഡേ മോർണിംഗ് എന്നുള്ളത്. അപ്പോൾ നയന, ഇതാണ് ശരിക്കും പറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോസസ്സ്. പല വ്യൂവേഴ്സും നമ്മുടെ ചോദിച്ചു എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. ഞാൻ നട്ട്ഷെല്ലിൽ പറഞ്ഞു എന്നുള്ളൂ. സംസാരിക്കാൻ ഒരുപാടുണ്ട്, എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിനി മാർക്കറ്റിൻ്റെ കാര്യങ്ങളായിട്ട് പ്രദീപിൻ്റെ അടുത്തും നമുക്ക് അനീഷിൻ്റെ അടുത്തും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓവർ ടു യു നയന. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നെഗറ്റീവ് ടോണാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഇപ്പോൾ 9% ഉയർന്നിട്ടുണ്ട്. രാവിലെ ഓപ്പൺ ആയത് നെഗറ്റീവ് മൂഡിലാണ്. നിഫ്റ്റി ബാങ്കിൽ 8%-ലധികം ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് വിപണിയിൽ ഉയർന്ന ഒരു വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുണ്ടെന്നാണ് CNBCയുടെയും ഒപ്പം തന്നെ മൂഡീസിന്റെയും S&Pയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിനെ എങ്ങനെ കാണും? മാർക്കറ്റിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇസ് ദ ഡിഫൻസ് സെക്ടർ. സോ ഡിഫൻസിൽ ഓൾമോസ്റ്റ് ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് പൊസിഷൻസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫൻസ് ഇൻഡെക്സിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രദീപ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് സെക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഡിഫൻസ്, റെയിൽവേ, ക്ലീൻ എനർജി, AI, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ ഒരു
സെക്ടേഴ്സിലൊക്കെയാണ് ബഡ്ജറ്റിലെ ഒരു വിന്നേഴ്സ് ആകുമോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇങ്ങനെ ഒരു സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷകൾ എങ്ങനെയാണ്? നയന, യൂഷ്വലി ബഡ്ജറ്റിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ ഗിവൺ ആണ്, ഗ്രാൻഡഡ് ആണ്. അതായത് ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ സെക്ടറിലേക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസെൻറ്റീവ്സോ എന്തെങ്കിലും റിഫോംസോ ഉണ്ടാവും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള. അതായത് കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രോത്ത് എഞ്ചിനായിട്ട് ഗവൺമെന്റ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തതിന് ഗവൺമെന്റിന്റെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാലോ, ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറാണ് പോകുന്നത്. അതായത് റോഡ്, ഹൈവേസ്, റെയിൽവേസ്, എയർപോർട്ട്, സീപോർട്ട് എന്നിങ്ങനെയുള്ള ഹാർഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ചും ഈ മോഡി ഗവൺമെന്റ് വലിയൊരു അജണ്ട തന്നെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതലും ഈ സോഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ജനങ്ങളിലേക്ക് കൊടുക്കുക. സോഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിലും ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഗ്രാൻഡഡ് ആണ്, ഗിവൺ ആണ്. മൂന്നാമത്, ഈ പറയുന്ന പോലെ നമുക്ക് ഈ എന്താ പറയുക, ഗവൺമെന്റിന്റെ ഈ ചാരിറ്റി പ്രവർത്തനം കൂടാതെ തന്നെ ഫാർമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഇൻ്റഗ്രൽ ആണല്ലോ. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയുള്ള സെക്ടേഴ്സ്, ആഗ്രി സ്റ്റോക്സിനൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വരും എന്നുള്ള കാര്യം ഗിവൺ ആണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ സെക്ടറുകളൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ബഡ്ജറ്റിലും എല്ലാ ഗവൺമെൻറ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലകളിലെ ആ സെക്ടറുകളിലെ സ്റ്റോക്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ബട്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇൻഡോ US ട്രേഡ് ഡീൽ ഒരു ലിംബോയിൽ നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ആ ട്രേഡ് ഡീൽ കാരണം അഫക്റ്റ് ചെയ്ത ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അത് കൂടുതലും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. ആ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടുതലും സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് കാറ്റഗറിയിലാണ്. അതായത് നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ SME സെക്ടറിലും സ്മോൾ ക്യാപ്പിലും ലോവർ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുമാണ് കൂടുതൽ ആ സ്റ്റോക്സുകൾ വരുന്നതെന്നുള്ള. അത് നമുക്കറിയാവുന്നല്ല. ടെക്സ്റ്റൈൽ, അപ്പാരൽ, ഗാർമെൻറ്റ്സ്, പിന്നെ ഈ അക്വാകൾച്ചർ, സീ ഫുഡ് എക്സ്പോർട്ട്, പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ഗുഡ്സ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ അക്സസറീസ്. ഇതാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഗവൺമെൻറ് റിഫോം കൊണ്ടുവരും. കാര്യം ഈ സെക്ടറുകളെല്ലാം പ്രഷറൈസ്ഡ് ആണ് ഈ ഇൻഡോ US ട്രേഡ് ഡീൽ കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് രണ്ടാമത്തെ സെറ്റ് ഓഫ് സെക്ടേഴ്സ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഗ്രാൻഡഡും ഗിവണുമായിട്ടുള്ള സെക്ടേഴ്സ് ഒന്ന്. രണ്ടാമത്, പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് ഇൻഡോ US ട്രേഡ് ഡീൽ കാരണം നമുക്ക് ഇമ്പാക്റ്റ് വരുന്ന സെക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ജെംസ് ആൻഡ് ജ്വല്ലറിയും ഗാർമെൻ്റ് ഒക്കെ. മൂന്നാമത് വരുന്ന ഒരു സെക്ടറും കൂടെയുണ്ട്, അതായത് ഹൈ ഗ്രോത്ത് ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, വൾണറബിൾ ഏരിയാസ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഈ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ആ ഒരു സ്പീച്ചിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ചില സെക്ടേഴ്സിനെ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ്, APIസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും റിഫോംസ് കൊണ്ടുവരുമോ, PLI പോലത്തെ സ്കീംസ് കൊണ്ടുവരുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പവർ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം. മൂന്നാമത്, റെയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് റെയർ എർത്ത് മാഗ്നറ്റ്സ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അലോക്കേഷൻ പ്രത്യേകിച്ച് കൊടുക്കുമോ എന്നുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, നമുക്കറിയാലോ കെമിക്കൽസ് ആയ ഗ്യാസ്, കെമിക്കൽസ് ഒക്കെ നമുക്ക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സെൻറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ടെലികോം എക്യുപ്മെൻറ്റ്സ്, നമുക്കറിയാലോ ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഇൻഫാക്ട് ലാർജസ്റ്റ് മൊബൈൽ യൂസിങ് നേഷൻ ആണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിനും ടെലികോം എക്യുപ്മെൻറ്റ്സിലും എന്തെങ്കിലും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫോംസ് കൊണ്ടുവരുന്നോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ബാറ്ററി സെൽസ് ആൻഡ് കാത്തോഡ്, നമുക്കറിയാലോ ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോലൈസേഴ്സ്, പിന്നെ കാത്തോഡ്സ്, പിന്നെ ബാറ്ററി സെൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പിന്നെ സോളാർ വേഫേഴ്സ്, ഈ ഓൾട്ടർനേറ്റ് എനർജി, ഗ്രീൻ എനർജിക്ക് വേണ്ടി സോളാർ വേഫേഴ്സ്, സെൽസ്, പിന്നെ നമുക്കറിയാമല്ലോ ബാറ്ററി സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾക്കും എന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള. അപ്പോൾ ഇത്രയും സെക്ടേഴ്സാണ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ വൾണറബിൾ ഫീസിബിൾ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് PLI സ്കീംസ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നയന. അപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു ബഡ്ജറ്റ് 2026 നോക്കുമ്പോൾ റോഡുകൾ അടക്കം റെയിൽവേ കൂടെ ഇങ്ങനെയുള്ള സെക്ടേഴ്സിലെല്ലാം വലിയൊരു സാധ്യതയുണ്ട്. കേന്ദ്രം ഏകദേശം ഒരു 12 മുതൽ 13 ലക്ഷം കോടി രൂപ വരെ വകയിരുത്തേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഡിഫൻസ് മേഖലയ്ക്ക് പുറമെയാണ് ഈ റോഡുകളും റെയിൽവേയും എല്ലാം ഒരു പണം എത്തുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഒരു ഓഹരി വിപണിയുടെ ഇതിനോടുള്ള ഒരു പ്രതികരണം? Road and infrastructure, I don't think it is going to impact the share market. ഇതിൽ ഗവൺമെൻറ് സ്പെൻഡിങ് വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഹൗ ഇസ് ദ ഗവൺമെൻറ് ഗോയിങ് ടു ഫണ്ട് ദിസ്. സോ കഴിഞ്ഞ പല ബഡ്ജറ്റിലും നമ്മൾ കണ്ടിരിക്കുന്ന ഗവൺമെൻറ് മോണിറ്റൈസേഷൻ സ്കീംസും കൊണ്ട് വന്നിരുന്നു. സോ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി വൺ ഏരിയ ഓഫ് ഫോക്കസ്. കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറ്റ്ലീസ്റ്റ് ഒരു 100 ലാർജ് പബ്ലിക് സെക്ടർ കമ്പനീസ് കൈവശമുണ്ട്. ആ ഒരു കമ്പനീസിലൊക്കെ ഓഫ് സെയിൽ അല്ലെങ്കിൽ സ്റ്റേക്ക് സെയിലിന് പോകുന്നതിന് പകരം
can the government come up with a monetization scheme? So budget deficit എങ്ങനെ contain ചെയ്യും, that is going to be, I think, one big area of focus. Suraj, you want to add something on that? പ്രദീപ്, ഇൻഫാക്ട് നമ്മൾ ഈ ബഡ്ജറ്റിന്റെ മുമ്പായിട്ട് നമ്മൾ ഒരു കുറച്ച് പ്രീ ബഡ്ജറ്റ് ഷോ നടത്തിയിരുന്നു. നമ്മൾ ചില ഇന്റർവ്യൂവും ചെയ്തു. നമ്മൾ രണ്ടുപേരും, പ്രദീപ് ചന്ദ്രശേഖര ശരി, ഞാനായാലും ശരി, നമ്മുടെ ഇനി വരാൻ പോകുന്ന 10 മണിക്ക് ശേഷം വരാൻ പോകുന്ന ഗസ്റ്റ് ആയിട്ടുള്ള അനീഷ് ആണെങ്കിൽ ശരി, നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പണ്ട് എക്കണോമിക്സ് പ്രൊഫസറായ ഡോക്ടർ VK വിജയകുമാർ, ഇന്ന് ജിയോജിത്തിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റിനടുത്ത് ഞാനൊരു 1 hour ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്നുള്ള. അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, പ്രദീപ് നമുക്ക് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങേണ്ടത്. അതായത് നമുക്കറിയാമല്ലോ, റെക്കോർഡ് എമൗണ്ട് ഓഫ് മണിയാണ് സാധാരണ റീറ്റെയിൽസും മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുത്തത്. സിപ്പ് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ട്സിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ മാർക്കറ്റിൽ പല സെക്ടേഴ്സും പല സ്റ്റോക്സും ഓവർ വാല്യൂഡ് ആയിരുന്നു. ആ ഓവർ വാല്യൂഡ് ആയിരുന്നത് കാരണം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ പറയുന്ന പോലെ മറ്റുള്ള രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലെ സ്റ്റോക്സ് അട്രാക്റ്റീവുമായോണ്ട് FIIസിൻ്റെയും FPIസും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. 2025 കലണ്ടർ ഇയർ മാത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.6 lakh crore സെല്ലിംഗ് FIIസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിരിക്കുന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏതാണ്ട് 1,20,000-30,000 കോടിക്ക് സെല്ല് ചെയ്തു എന്നും കൂടെ ഉണ്ട്. അതായത് അവർ സെല്ല് ചെയ്ത്, ഉദാഹരണത്തിന് നമ്മൾ വേൾപൂളിൽ മൾട്ടിനാഷണൽ കമ്പനിയായ വേൾപൂളിൻ്റെ ഗ്ലോബൽ കമ്പനി എക്സിറ്റ് ചെയ്യുക, അങ്ങനെ പല രീതിയിലും ഫുൾ എക്സിറ്റ് അല്ലെങ്കിലും ഒരു പാർഷ്യൽ എക്സിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും സെല്ല് ചെയ്തു. FIS സെല്ല് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ. അതുകൂടാതെ പ്രദീപ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, അതായത് IPO വന്നിരുന്നു. IPOയിൽ ഓഫർ ഫോർ സെയിൽ വഴി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തും ഏതാണ്ട് 1.1 lakh crore ആണ്. അതായത് ചുരുക്കത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊമോട്ടേഴ്സും FIIസും FPIസും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ താഴേക്ക് വന്നില്ല? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിലും 52 വീക്ക് ഹൈക്ക് താഴെയായിട്ട് ഏതാണ്ട് 5 to 6% ആണ് നമ്മൾ. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ മീനിങ് ഫുൾ ആയിട്ട് താഴേക്ക് വന്നില്ല. എന്തായിരിക്കാം ഒരുവിധം കാരണം ഈ മാർക്കറ്റിൻ്റെ സെല്ലിങ്ങിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്തത് മ്യൂച്വൽ ഫണ്ട് മണിയാണെന്നുള്ള. മ്യൂച്വൽ ഫണ്ട് മണി എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മളെ കൂടാതെ ഈ പ്രേക്ഷകരും ബാക്കിയുള്ള റീറ്റെയിലേഴ്സും കൊടുക്കുന്ന പൈസയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ബൈ ചെയ്ത കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ താഴേക്ക് വരാത്തതെന്നുള്ള. അപ്പോൾ മാർക്കറ്റിൽ ഫിയർ ചെയ്തിരുന്നൊരു കാര്യം ഞാനും ഡോക്ടർ VK വിജയകുമാറും ഡിസ്കസ് ചെയ്തത്, പ്രദീപ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും ഉള്ളൊരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം കണ്ടിട്ടില്ല. കാര്യം എന്തൊക്കെയാണോ സെല്ല് ചെയ്തത് അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യേണ്ട കാര്യം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ ഒരു ഫീറ്റ് അല്ലെങ്കിൽ ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ചാലഞ്ചിങ് തന്നെയാണ്. ഒരു പരിധി വരെ ഈ DIIs മേടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചുകൂടി താഴെ വന്നേനെ, അത് അതിൻ്റെ ബോട്ടം കണ്ടേനെ, അവിടുന്ന് നല്ല ഒരു വാല്യൂ ബൈയിങ് നടന്നേനെ എന്നുള്ള. ബട്ട് അതിനുള്ളൊരു ചാൻസ് മാർക്കറ്റിൽ വന്നില്ല എന്നുള്ളത് ഞങ്ങൾ രണ്ടും ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് അതിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. അതായത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം വേണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഈ DIs അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആർട്ടിഫിഷ്യലി ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ടോ? ദ റിയൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം മാർക്കറ്റ് കണ്ടിട്ടില്ലേ? പ്രദീപിൻ്റെ അഭിപ്രായം എന്താണ്? Suraj, very interesting question. So how I would like to answer that is giving example from the precious metal market. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ അതുപോലെ തന്നെ വെള്ളിയുടെയും വില ഏകദേശം 130-140% ഉയർന്നത്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 6 ആഴ്ചത്തെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ ഹെവി ബൈയിങ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസ് മാത്രം മതിയായി ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ പ്രൈസസ് ടു ക്രാഷ് ബൈ മോർ ദാൻ 30%. 30% കറക്ഷനായിരുന്നു നമ്മൾ കണ്ടത്. സോ ഷെയർ മാർക്കറ്റിൽ അതേപോലെ തന്നെ തിരിച്ചു വരുന്നതിന് മുൻപ് ബിറ്റ്കോയിൻ, നമ്മൾ ക്രിപ്റ്റോ കറൻസി എടുത്തു കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തായി ക്രിപ്റ്റോ കറൻസി നമ്മൾ വാല്യൂ ചെയ്യുന്നത്, ഓൺ വാട്ട് ബേസിസ്? സോ ക്രിപ്റ്റോ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു $4,000-5,000 ലെവലിൽ നിന്ന് ഏകദേശം ഒരു $1 ലക്ഷം വരെയായിരുന്നു ബിറ്റ്കോയിൻ്റെ വില ഉയർത്തുന്നത്. ദർ വാസ് നോ ലോജിക് ടു ഇറ്റ്. സോ നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു ടേം കോൺസ്റ്റൻ്റ്ലി നമ്മൾ മാർക്കറ്റിൽ കേൾക്കുന്നത് ഇറ്റ്സ് ഇറാഷണൽ എക്സ്യൂബറൻസ്. സോ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു അൺനെസസറി ഓവർ എക്സ്പെക്റ്റേഷൻ വരുന്ന സമയത്ത് ചില സ്റ്റോക്സൊക്കെ ഓവർ സ്ട്രെച്ച്ഡ് ഓവർ വാല്യൂഡ് സോണിലോട്ട് തീർച്ചയായിട്ടും പോകാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ സൂരജ് പറഞ്ഞു നിഫ്റ്റി 50 കാര്യമായിട്ട് കറക്ഷൻ കണ്ടില്ല.
നിഫ്റ്റി 50 കാര്യമായിട്ട് കറക്ഷൻ വരാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ വാസ് ബിക്കോസ് നമ്മൾ സെക്ടർ വൈസ് നല്ല റൊട്ടേഷൻ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ITCയുടെ കേസിൽ വലിയൊരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ടെക്നോളജി സ്റ്റോക്സിൽ വലിയൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ടെക്നോളജിയിലും ITCയിലും ഒക്കെ വലിയ ഇടിവ് നടക്കുന്ന സമയത്ത് വേറെ ചില സ്റ്റോക്സിൽ നമുക്ക് നല്ല ബൈയിങ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ച് ടെക്നോളജി സെക്ടറിലോട്ടൊരു റിവൈവൽ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ വാല്യുവേഷൻ നോക്കുമ്പോഴേക്കും ഇപ്പോൾ സൂരജ് നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു തന്നത് വേൾപൂൾ ഇന്ത്യ. ബട്ട് വേൾപൂൾ ഇന്ത്യയോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ABB, അതുപോലെ തന്നെ സീമെൻസ്, അല്ലെങ്കിൽ ബോഷ്, അതുപോലെ 3M, ഓൾ ദീസ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40-50% കറക്ഷൻ നടന്നിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ ഇൻഡെക്സ് ഓർ ദ ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സ്, ലെറ്റ് us look at the value stocks. ഇപ്പോൾ ABB according to me is very attractively priced at current levels. സുരേഷ് സാർ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്വർണത്തിനും ഒരു നിർണായക ദിനമാണ് എന്ന് കൂടി പറയാം. കാരണം ബജറ്റിനോടനുബന്ധിച്ച ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ വിലയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത്, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് ഡേയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഗോൾഡിനോ സിൽവറിനോ വേണ്ടിയിട്ടല്ല. കാര്യം വെച്ചാൽ നമുക്കറിയാം ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ കാരണം ദർ വാസ് എ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു സേഫ് ഹെവൻ. അല്ലേ, സേഫ് ഹെവൻ അസറ്റ്സിലേക്ക് പോയി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഏതാണ്ട് 4-5 മാസം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് 1 മാസം കൊണ്ട് തന്നെ സിൽവർ ഡബിളിനടുത്ത് വരെയുള്ള റിട്ടേൺ തന്നു എന്നുള്ളതാണ്. ബട്ട് എന്നും നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകം എന്താണ് നമ്മളോട് പറയുന്നത്? ബാക്കി ഒരു അസറ്റ് ക്ലാസ്സിനോടും ലോകത്തിന് യാതൊരു വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓഫ് കോഴ്സ് മേ ബി ഒരു അണ്ടർ വാല്യുവേഷൻ ഗോൾഡിലോ സിൽവറിലോ ഉണ്ടായിരുന്നേക്കാം. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഓൺ ആൻ ഐഡിയൽ വീക്ക് ഡേ നമ്മൾ പറഞ്ഞിരുന്നു, നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ വെച്ചിട്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഗോൾഡ് അണ്ടർ വാല്യൂഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് മിഡിലോടുകൂടി 2025 നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് അത് ഷെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇൻസിഡൻ്റ്ലി ഓർ കോയിൻസിഡൻ്റ്ലി, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ ആവാം, നമുക്ക് തീർച്ചയായിട്ടും ഗോൾഡിൽ നല്ല ഒരു റിട്ടേൺ കിട്ടി എന്നല്ല, അല്ലെങ്കിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ആ ഗോൾഡ് റൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ 2025 ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ വേറൊരു റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഗോൾഡ് ടു സിൽവർ റേഷ്യോ. അതായത് ഗോൾഡ് ഇത്രയും കയറുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പൂവർ കസിനായിട്ടുള്ള സിൽവർ ഒരു ക്യാച്ചപ്പ് റാലി നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ആ റേഷ്യോ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നു, വിൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സിൽവർ ഹാഡ് എ ബ്യൂട്ടിഫുൾ റാലി എന്നുള്ള കാര്യവും നന്നായിട്ട് അറിയാം. ബട്ട് സിൽവറും ഗോൾഡും ആ ഒരു റാലി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സാധാരണ എക്കണോമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റിൻ്റെ കോംപ്രിഹെൻഷൻ അപ്പുറം പോയി എന്നുള്ളതാണ്. അതായത് അത്രയ്ക്ക് മാത്രം കയറേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം ബാക്കിയുള്ള ജിയോ പൊളിറ്റിക്സ് ഒക്കെ മാർക്കറ്റിൽ അബ്സോർബ്ഡാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റും ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. ബട്ട് അടുത്ത കാലത്ത് കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ US മാർക്കറ്റും കയറിപ്പോകുന്നു, മറ്റുള്ള മാർക്കറ്റുകളും കയറിപ്പോകുന്നു, ഗോൾഡും കയറിപ്പോകുന്നു, സിൽവറും കയറിപ്പോകുന്നു. ഇന്ത്യ മാത്രം അണ്ടർ പെർഫോമറായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിൽവറും ഗോൾഡും ഓഫ് കോഴ്സ് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നവരുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരു പക്ഷേ പ്രദീപ് അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പ്രദീപിനോട് ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട്. ഞാൻ സിൽവറിനെയും ഗോൾഡിനെയും ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നില്ല, ഒരു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്സും അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പ്രത്യേകം ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അതായത് നിഫ്റ്റി എന്നല്ല, അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യോ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ എന്ന് പറയുന്ന സെക്ടറൽ തീമല്ല, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, ബാങ്കിങ്, NBFC എന്നുള്ള രീതിയിൽ സെക്ടറൊന്നുമല്ല. പല സെക്ടറുകളിലും പല സ്റ്റോക്കുകളും അതിൻ്റെ 15-year ആവറേജ് പീരീഡ് താഴെ കിടക്കുന്ന പല സ്റ്റോക്കുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള സ്റ്റോക്ക്, നല്ല ROE നല്ല ROC ഉള്ള സ്റ്റോക്ക്, ഡെറ്റ് അധികം ഇല്ലാത്ത കമ്പനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വാല്യൂ ബൈ ആണ്. അതായത് ഇതൊരു സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റായിട്ട് മാറി നിഫ്റ്റി എന്ന് പറയുന്ന ബാരോമീറ്റർ മാത്രം നമ്മൾ കണ്ട് മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈസ് ഓൾ അബൌട്ട് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് മോർ ദാൻ ഗോൾഡ്, സിൽവർ ഓർ ജനറൽ മാർക്കറ്റ് ആസ് സച്ച്. നിഫ്റ്റിയും മറ്റുള്ള ഇൻഡെക്സിനേക്കാളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കും അതിൻ്റെ ഹെൽത്തും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെ പ്രോസ്പെക്റ്റും ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടതിനാണ്. പ്രദീപ് സാറിനോടാണ്. നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് ഒരു ഓഹരി വിപണിയെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ FIIs വളരെയധികം സെല്ലിംഗ് നടത്തുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
വെരി അൺലൈക്ലി ബിക്കോസ് FII എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റിൻ്റെ മാത്രം ഒരു അടിസ്ഥാനത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. FIIക്ക് വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ബോണ്ട് ഡീൽസ് ഇൻ US, ബോണ്ട് ഡീൽസ് ഇൻ ജപ്പാൻ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. സോ നമ്മളിപ്പോൾ ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ബോണ്ട് ഡീൽസ് കണ്ടമാനം കഴിഞ്ഞ 2-3 മാസത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. ബട്ട് there's a possibility that അടുത്ത പുതിയതായിട്ട് കെവിൻ വാഷ് ഇസ് കമ്മിങ് ആസ് ദ ഫെഡറൽ റിസർവ് ചെയർമാൻ. സോ അദ്ദേഹം ഇനി എന്ത് നടപടിയെടുക്കും, ഇതെല്ലാം FII ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഒരു ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഐ ഡോണ്ട് തിങ്ക് FIIs are going to come back in. ആൻഡ് FIIs വരുന്നില്ല. വൺ ഗ്രേറ്റ് മെത്തേഡ് ടു ചെക്ക് ദാറ്റ് ഇസ് ദി ഇന്ത്യൻ റുപ്പി ടു US ഡോളർ എക്സ്ചേഞ്ച് റേറ്റ്. അത് നോക്കുമ്പോഴേക്കും നമുക്ക് പുതിയ ഇൻഫ്ലോ ഒന്നും ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെൻറ്റ്. പ്രദീപ് വളരെ വാലിഡ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളത്. എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തൊന്ന് പറയണം. ശരി, അബ്സല്യൂട്ട്ലി ഹീസ് പെർഫെക്റ്റ് ആൻഡ് സ്പോട്ട് ഓൺ. ഞാൻ 2 കാര്യങ്ങളോട് ഒന്ന് ആഡ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. നമ്മൾ അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണു, എങ്ങനെ കാണൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ 2-3 പേരും നമ്മളിതാ ഇവിടെ ഇരിക്കും, നമ്മുടെ മുന്നിൽ കൂടെ ഒരു BMW കാർ പോകണമെന്ന് വിചാരിക്കാം. ആ BMW കാറിനെ ഓവർടേക്ക് ചെയ്താണ് മാരുതി 800 എന്ന് പോകുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം, മാരുതി 800 ഇസ് മച്ച് മോർ ഫാസ്റ്റർ കാർ ദാൻ BMW എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. കാര്യം നമ്മൾ കണ്ട കാര്യം എന്താ, BMWനെ ഓവർടേക്ക് ചെയ്ത് മാരുതി 800 പോയി എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ, ടോർക്കോ അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, BMWന്റെ അടുത്ത് നിൽക്കില്ല മാരുതി 800 എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമെന്നുള്ളത്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്താ, നമ്മൾ സംസാരിക്കുന്നത് നിഫ്റ്റി ലെവലും FIIs സെല് ചെയ്തതുമാണ് നമ്മൾ ഹെഡ്ലൈനായിട്ട് ഒരു നരേറ്റീവായിട്ട് നമ്മൾ പറയുന്നത്, അല്ലേ? ശരിയാണ്, ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ഈ മാർക്കറ്റിൽ 100-ൽ പരം സ്റ്റോക്കുകൾ ലാസ്റ്റ് ഒരു കൊല്ലം 30%, 40%, 60%, 100% വരെ കയറിയ സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിൽ FIIs ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം FIIസിനെ സംബന്ധിച്ച് മറ്റുള്ള ഓപ്പർച്യൂണിറ്റി മാറ്റിവെച്ച്, അതായത് ഗ്ലോബൽ ബോൺസോ അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റീസ് ലൈക്ക് NVIDIA, ആപ്പിൾ, ആമസോൺ, ടെസ്ല പോലെയുള്ള സ്റ്റോക്കുകളെക്കാട്ടിലും നല്ല ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലെ ചില സ്റ്റോക്കുകൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ അവരവിടെ പോവാതെ ഇവിടെ വന്ന് മേടിച്ചത്. 100% FIIസും ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടില്ലല്ലോ. ഒരു ചെറിയൊരു പക്ഷം FIIs മാത്രമല്ലേ വിറ്റിട്ടുള്ളൂ, അതായത് ഹെഡ്ജ് ഫണ്ടോ അല്ലെങ്കിൽ ETF മണിയോ, നമ്മൾ പറയുന്ന റെഡ് ഹോട്ട് മണി. അല്ലാണ്ട് ലോങ് ഓൺലി FIIs എത്ര പേര് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്? ഭൂരിഭാഗവും ലോങ് ഓൺലി FIIs ആണെന്നുള്ളതാണ്, അതായത് ലോങ് ടേം FIIs. ആ FIIസും FPIസും 100-ൽ പരം കമ്പനികളിൽ ലാസ്റ്റ് ഒരു കൊല്ലം മേടിച്ചിട്ട് ആ സ്റ്റോക്കുകൾ തന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് റിട്ടേൺ ആണ്. 30, 40, 50, 60, ഇൻ സം കേസസ് 100% ഡബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പം നമ്മൾ FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, FIIs സെല് ചെയ്യുന്നു, ഇന്ത്യൻ മാർക്കറ്റിലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറയുമെങ്കിലും അത് ഭാഗികം മാത്രമേ ഉള്ളൂ. അതായത് ദാറ്റ് ഈസ് ജസ്റ്റ് വൺ സൈഡ് ഓഫ് ദ സ്റ്റോറി. ശരിയാണ്, അങ്ങനെയുള്ളവർ പോകുന്നുണ്ട്. ബട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ തീർച്ചയായിട്ടും ബൈയിങ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പർച്യൂണിറ്റിയോ FIIസിനെ പിടിച്ചു നിർത്തിയില്ല. ദേ വെന്റ് ഓൺ ബൈയിങ് ദീസ് സ്റ്റോക്സ് ആൻഡ് ദാറ്റ് സ്റ്റോക്സ് ഹാവ് ഡെലിവേർഡ് എ ഫാന്റാസ്റ്റിക് റിട്ടേൺ. ആ സ്റ്റോക്സ് കയ്യിലുള്ള ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ള. കഷ്ടകാലത്തിന് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് താഴെ പോയത് കാരണം നമ്മൾ ബാഡ് വർക്കേഴ്സ് ബിഹൈൻഡ് ദ ടൂൾസ് ഇൻക്ലൂഡിങ് മീ അല്ലെങ്കിൽ പ്രദീപ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, നമ്മളെ സംബന്ധിച്ച് മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പയ്യ, കൈയക്ഷരം നന്നാവാത്തതിന് പേനെ കുറ്റം പറയുന്നിട്ടൊന്നും നമ്മൾ കാര്യമില്ല. മാർക്കറ്റിൽ ഇനഫ് ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു പല സ്റ്റോക്സും ഓവർ വാല്യൂഡ് ആയിരുന്നു. നമ്മൾ സെല്ലേഴ്സ് ആണെങ്കിൽ അതിൽക്കാളിലും എത്രത്തോളം സെല്ലേഴ്സ് ആയിരിക്കും FIIs അവിടെ എന്നുള്ള. എന്നാൽ ഒരു വിഭാഗം സ്റ്റോക്കുകളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു എന്നുള്ള. ആ സ്റ്റോക്കുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ എത്തിയില്ല, എന്തുകൊണ്ട് അങ്ങനത്തെ വാല്യൂ ബൈസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളത് മാർക്കറ്റിൻ്റെയോ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയോ കുറ്റമല്ല, നമ്മുടെ മാത്രം കുറ്റമാണ് എന്നുള്ളതാണ് ഞാൻ. യെസ്, നമുക്കിപ്പം ഇപ്പോൾ അനീഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്, ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഒപ്പം തന്നെ യെസ്, നമ്മൾ പ്രദീപ് സാറിലേക്ക് പോവുകയാണെങ്കിൽ, പ്രദീപ് സാറ്, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു സൂചികകൾ പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ബഡ്ജറ്റിലെ പ്രതീക്ഷ അത്രയ്ക്കൊന്നുമില്ല. ഒരു LPG വില കൂടി തുടങ്ങിയ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ല, അറ്റ് ദ മൊമെന്റ്
കാലത്ത് നമ്മൾ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ കണ്ടതുപോലെ തന്നെ നിഫ്റ്റി 50 കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ മാർക്കറ്റിൽ ഒരേ ഒരു സ്റ്റോക്ക് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് കേരള ബേസ്ഡ് മുത്തൂറ്റ് ഫിനാൻസ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു 6.5% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ഇസ് നമ്മൾ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇത്രയും വലിയൊരു ഇടിവ് കണ്ടത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ് ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ മുത്തൂറ്റ് ഫിനാൻസിൽ വലിയൊരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ONGCയുടെ കേസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2% ഗെയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ONGC, കോൾ ഇന്ത്യ, ഓയിൽ ഇന്ത്യ, ഈ 3 സ്റ്റോക്സിലും കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ അണ്ടർ പെർഫോമൻസിന് ശേഷം നമുക്ക് നല്ലൊരു റിക്കവറി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. വിച്ച് ഇൻട്രസ്റ്റിംഗ്ലി ബ്രിങ്സ് മീ ബാക്ക് ടു സൂരജ്. സൂരജ്, ഇപ്പോൾ നമ്മൾ ONGC ഈസ് എ ബിഗ് ലാർജ് ക്യാപ് സ്റ്റോക്ക് ഇൻഡെക്സ് ഹെവി വെയ്റ്റ്. ആൻഡ് ONGCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് മാർക്കറ്റിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. സോ സൂരജ് പറഞ്ഞിരുന്നത് അബൌട്ട് ഹൗ ദ നിഫ്റ്റി 50 നമുക്ക് കാര്യമായിട്ട് കറക്ഷൻ കാണുന്നില്ല. സോ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രി, ITCയിലൊക്കെ സെല്ലിംഗ് നടക്കുന്ന സമയത്ത് ONGC has actually recovered. It has turned around. It is back in bullish zone. പ്രദീപ്, അത് എക്സ്പെക്റ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രംപിന്റെ സ്പീച്ച് വരെ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് എനർജിയെക്കാളും അദ്ദേഹം കൂടുതലും ഹൈഡ്രോ കാർബൺസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ONGCയുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ബട്ട് PCRയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ അടുത്ത ഗസ്റ്റ്, അതായത് നമ്മുടെ അനീഷ് റെഡിയാണ് ഹാർനസ് ഫിൻസർവിൽ നിന്ന്. അപ്പോൾ അനീഷിനോട് നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ചോദിക്കണം. കാര്യം അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നയന, ഒന്ന് അനീഷിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിന്റെ സ്റ്റേജ് എന്നൊന്ന് നോക്കി പറയാമോ? യെസ്, നമുക്കിപ്പം അനീഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ രാവിലെ തുടക്കത്തിൽ തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബജറ്റ് പ്രതീക്ഷകൾ അത്ര കണ്ട് ഇല്ലേ നിക്ഷേപകർക്കിടയിൽ? എന്താണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ താങ്കൾ കാണുന്നത്? ഓക്കെ, നമ്മുടെ മാർക്കറ്റിൽ രാവിലെ തന്നെ ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് ആണ്. കാരണം യൂഷ്വൽ മാർക്കറ്റ് ഡേ അല്ല, അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റ് പുരോഗമിക്കുമ്പോഴത്തോളം വോൾട്ടാലിറ്റി കൂടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 25,333 ജസ്റ്റ് പ്ലസിലാണ് വന്നിട്ടുള്ളത്. അതിന് മേളിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 25,450 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇമീഡിയറ്റ്ലി ഉണ്ട്. നമുക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇടയിൽ വലിയ എക്സ്പെക്റ്റേഷൻ അല്ല ഇത് ഇപ്പോൾ ഉണ്ടാകുന്നത്. എക്കോണമിയെ അസച്ച് ഈ നിലയിൽ കൊണ്ടുപോകാൻ, കാരണം നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷനിൽ ഡൊമസ്റ്റിക്കിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഡൊമസ്റ്റിക്കിൻ്റെ കൺസംഷൻ കൂട്ടുന്നതിനേക്ക് ആയിട്ട് റിഫോംസൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൽ ആൾറെഡി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിന് മാർക്കറ്റിൻ്റെ ബജറ്റിൻ്റെ സമയമാകുമ്പോഴേക്കും മാർക്കറ്റിനെ ഒരു എക്സ്പെക്റ്റേഷൻ പോസിറ്റീവിലേക്ക് കൊണ്ടുപോവുകയും ഒരു 450 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇമീഡിയറ്റ് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും വോൾട്ടാലിറ്റി ഉള്ള ദിവസങ്ങളാണ് സാധാരണഗതിയിൽ ബഡ്ജറ്റ് ഉള്ള ദിവസം. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ആണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഗുഡ് മോർണിംഗ് അനീഷ്. സൂരജ് ഹിയർ. ഹൗ ആർ യു? യാ, ഫൈൻ. അനീഷ്, ഞാൻ ONGCയുടെ കാര്യക്കാരി പ്രദീപ് എനിക്കൊരു ബാറ്റൺ തന്നിട്ടുണ്ട് ONGCയെ കുറിച്ച്. അപ്പോൾ അതിന് എനിക്ക് അനീഷിൻ്റെ അടുത്ത് ചോദിക്കേണ്ട. അതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഞാൻ അനീഷിലേക്ക് വരാം എന്നുള്ളതാണ്. ഈ ONGC നേരത്തെ പ്രദീപ് ചോദിച്ചല്ലോ. പ്രദീപ്, 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ ഈ ട്രംപിൻ്റെ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് എനർജിയിലൊന്നും അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ സോളാർ എനർജി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഫീൽഡ്സ്, അഗ്രികൾച്ചർ ഫീൽഡ്സ് നശിപ്പിച്ച് നമ്മൾ ഈ പവർ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹം വേറൊരു മാർഗ്ഗത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു സ്കാം ആണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു. ഞങ്ങൾ ഇനി ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ റിഫോം അജണ്ടയിൽ ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് മുന്നോടിയായിട്ടാണ് നമുക്കറിയാം വെനിസ്വേലയിലേക്ക് അദ്ദേഹം എന്താ പറയുക, ആ ഓയിൽ അസറ്റ്സ് കൈയടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല പൊളിറ്റിക്കൽ റീസൺസ് പറയണമെങ്കിലും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഓയിൽ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയും കൂടെ ചെയ്തു, ഇനി വെനിസ്വേലയുടെ ഓയിൽ ഞങ്ങളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതായത് US ബേസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള ബെഹമത്തുകൾ, ഓയിൽ ആൻഡ് ഗ്യാസിലെ ബെഹമത്ത് ലൈക്ക് ഷെവറോൺ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളൊക്കെ, അതായത് എക്സോണൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെനിസ്വേലൻ ഓയിൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താ, അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണെന്നുള്ള. പിന്നെ റഷ്യയുടെ കാര്യത്തിൽ, അതായത് എവർ സിൻസ് Trump has come into power,
ഓയിൽ, റെയർ എർത്ത് മിനറൽസ്, മാഗ്നറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നും ഹെഡ്ലൈനിലും നെഗറ്റീവിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളിലെ ഓയിൽ ആൻഡ് ഗ്യാസിന് ശരിക്കും മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു പ്രൈസിങ് കൊടുത്തിരുന്നില്ല. അത് വളരെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള, എസ്പെഷ്യലി റിലയൻസ് നോക്കുകയാണെങ്കിൽ ശരി, ONGC നോക്കുകയാണെങ്കിൽ ശരി. അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇറാനിലെ ആ ഒരു ഡിസ്റ്റർബൻസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഓയിൽ നന്നായിട്ട് കയറി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അപ്സ്ട്രീം ആയിട്ടുള്ള ONGCക്ക് തീർച്ചയായിട്ടും അത് എന്തായാലും പഴുത്ത് നിൽക്കുകയായിരുന്നു, നല്ല അണ്ടർ വാല്യൂഡ് ആയിരുന്നു. നല്ല ഒരു FI ബൈങ് വരുന്നെങ്കിൽ അതിനകത്ത് ഷോർട്ട് ഉള്ളത് കൂടെ ഒരു കവറിങ് ഉണ്ടായിട്ട് ആ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരുന്ന രീതിയിലേക്ക് വളരെ റൈപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ള കാര്യമായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ഓയിലിനൊരു പ്രൈസ് ഹൈക്ക് വരികയും ഓപ്പൺ മാർക്കറ്റിൽ, പിന്നെ അത് മാത്രമല്ല നമുക്കൊരു കാര്യം കൂടെ അറിയാം, ഈ വിൻ്റർ കോൾഡ് കാരണം US-ലെ ഓയിൽ പ്രൊഡക്ഷനും സപ്ലൈ ചെയിനും നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ് എന്നുള്ള കാര്യത്തിൽ അറിയാം. അപ്പോൾ ആ ഓയിൽ ചോക്കിങ് കാരണം ഓയിൽ പ്രൈസിന് ഭേദപ്പെട്ട ഒരു മൂവ്മെൻറ്റ് വന്നു. അതുകൊണ്ട് തന്നെ അപ്സ്ട്രീം കമ്പനിയായ ONGC പ്രത്യേകിച്ച് അണ്ടർ വാല്യൂഡ് സോണിൽ നിൽക്കുമ്പോൾ ഒരു ബൈയിങ് വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിയിലെ ഇൻഡെക്സ് പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 90 to 92% FIs ഷോർട്ട് ആയിരുന്നു. ആൻഡ് ONGC ഈസ് എ മേജർ കമ്പോണൻറ്റ് ഇൻ നിഫ്റ്റി 50 എന്നുള്ള കാര്യം അറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ONGCക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡിസ്കഷനും മറ്റുള്ള ചാർട്ട് പാറ്റേൺസും അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രോഡർ വ്യൂ എങ്ങനെയെന്ന് നമുക്ക് അനീഷിൻ്റെ നിന്ന് അറിയാം. അനീഷ്, ഓവർ ടു യു. ONGCയുടെ ചാർട്ട് എന്താണ് പറയുന്നത്? ഓക്കെ, നമ്മൾ ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ONGC എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെയധികം കൺസോൾട്ടേഷനാണ്. ഒരു 25 എന്ന് പറഞ്ഞാൽ 25 to 26 എന്ന് പറയുന്ന ഇയർ, ആ ഒരു വർഷം അതിൻ്റെ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ലോവർ ലെവൽ, അതാണ് വളരെ അവിടെ ഒരു അട്രാക്റ്റീവായിട്ട്. തീർച്ചയായിട്ടും വളരെ അധികം ഷോർട്ട് ഉണ്ടായിരുന്ന ഈ ഇൻഡെക്സിൽ ഇത്രയും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സിൽ ഇത്രയധികം ഷോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു കൺസോൾട്ടേഷൻ, ടെക്നിക്കലി നമ്മളുടെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 200 and 240 ആ ലെവലിലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബ്രേക്ക് ഔട്ട് സോണ്, ആ ബ്രേക്ക് ഔട്ടാണ് നമുക്കിനി ഒരു വലിയൊരു റിട്ടേൺ കൊണ്ടുതരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊരു പ്രൈമറി സ്റ്റേജ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഇനിയും ഒരുപാട് മൂവ്മെൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ അത് സെക്കൻഡറി വരാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനുണ്ട്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ ഒരു 2-3 ദിവസം ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ ടെക്നിക്കലി ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു റെസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ 300+ ആണ്. അപ്പോൾ 300 എബോ കൊണ്ടുപോകാനുള്ള സാധ്യത ഇമീഡിയറ്റ്ലി ഉണ്ട്. ഈ ഷോർട്ട് കവറിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള ന്യൂസും ഒക്കെ വരുമ്പോൾ തന്നെ അതിനെ വലിയൊരു മൂവ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ടെക്നിക്കലി ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യൂ. നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ പോയിന്റ് ഒരു ട്രെൻഡ് വരുമെന്നതുകൊണ്ട് നമുക്കതിലേക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു അനീഷ്, താങ്ക് യു. നമുക്കിനിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാഡം പാർലമെന്റിലേക്ക് പോകുന്ന ന്യൂസ്, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞു എന്നുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരും. നമുക്ക് PCR നിന്ന് ഫീഡ് കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം. എനിക്ക് പ്രദീപിൻ്റെ അടുത്ത് 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, പ്രദീപ് അതേപോലെ തന്നെ NTPCയുടെ കാര്യത്തിലും. അതുമാത്രമല്ല, ഞാൻ പ്രദീപിനെ എന്നും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രദീപിൻ്റെ ഈ IT സെക്ടർ അല്ലെങ്കിൽ IT ഇൻഡെക്സിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ട്രാക്ക് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ടെക്നിക്കൽ ലെവൽ പറഞ്ഞതും എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓപ്പണിംഗ് അവേഴ്സിൽ ഞാനും പ്രദീപ് ഇരിക്കുന്ന ഒരു ദിവസമാണ് അന്ന് ട്രംപിൻ്റെ ആ ടാരിഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ IT സ്റ്റോക്സിൽ ഭേദപ്പെട്ട ഒരു സെൽ ഓഫ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു IT സ്റ്റോക്ക് ഈസ് ഗെറ്റിംഗ് ചീപ്പർ ആൻഡ് ചീപ്പർ എന്നുള്ള രീതിയിൽ. നമ്മൾ ക്ലോസ് ആയിട്ട് ഏതാണ്ട് 3-4 മാസം നമ്മൾ IT സെക്ടറിനെ വാച്ച് ചെയ്തിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം ഇൻഫോസിസിൽ ഒരു ബൈബാക്ക് ന്യൂസ് വന്നു. അവിടെ മുതൽ ITക്ക് ഒരു ചെറിയ ഒരു റിവേഴ്സലിൻ്റെ വൈബ്രേഷനും വന്നിരുന്നു എന്നുള്ള. അപ്പോൾ ഈ IT സെക്ടറിലെ ആ ഒരു ട്രാക്ക് കറക്റ്റായിട്ട് പ്രദീപിന് അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയുണ്ട്. എനിക്ക് ഈ IT സെക്ടർ സ്റ്റോക്സ് അല്ലെങ്കിൽ IT ഇൻഡെക്സ് ഇൻ ജനറൽ അതിൻ്റെ ഒരു അഭിപ്രായം പ്രദീപിൻ്റെ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ NTPC അറിയാലോ, നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമുക്ക് ഈ പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷനിൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്നറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഓപ്പണിംഗ് അവേഴ്സിൽ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പറയുമായിരുന്നു, അതായത് ഒരു വീട്ടിൽ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പ്ലഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു വ്യക്തിക്ക് 5 പ്ലഗ് പോയിന്റ് എങ്കിലും തലയ്ക്ക് മുകളിൽ വേണം, അല്ലെങ്കിൽ ബെഡിൻ്റെ സൈഡിൽ വേണം എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും,
ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും, ഐപാഡ് ഉണ്ടാവും, സ്പീക്കേഴ്സ് ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, വേറെ 2-3 ഗാഡ്ജറ്റ്സും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു, ഒന്നാമത്. രണ്ടാമത്, ഇത് കൂടാതെ തന്നെ നമ്മുടെ കാർ ഷെഡിൽ അല്ലെങ്കിൽ ഗരാജിൽ പോലും നമുക്കൊരു പവർ പ്ലഗിൻ്റെ ആവശ്യം വന്നു. കാരണം എന്താ, ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ടോയ്ലറ്റിലും ഹെയർ ഡ്രസ്സിങ് അല്ലെങ്കിൽ അയണിങ് മെഷീനൊക്കെ നമ്മുടെ ലേഡീസ് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എവിടെ നോക്കിയാലും ഈ പവറിൻ്റെ റിക്വയർമെൻറ്റ് കൂടുന്നതായിട്ടാണ് കാണുന്നതെന്നുള്ള. അത് കൂടാതെ ന്യൂ ഏജ് ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ ഡേറ്റാ സെൻറ്റേഴ്സിനും ഇറ്റ് നീഡ്സ് എനോർമസ് എമൗണ്ട് ഓഫ് പവർ. ഒരു എക്സാമ്പിൾ, ശരിക്കും ഒരു അനക്ഡോട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു മെറ്റയുടെയോ ഗൂഗിളിൻ്റെയോ ഒരു ഹൈപ്പർ സ്കെയിൽ ഒരു ഡേറ്റാ സെൻറ്ററിന് എറണാകുളം, തിരുവനന്തപുരം കൂടെ ചേർന്ന് വരുന്ന അത്രത്തോളം ഒരു പവർ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യൽ അസസ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ പവറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത് കാരണം NTPCയുടെ ചാർട്ടും അതിൻ്റെ പ്രോസ്പെക്ട്സും ഞാൻ പ്രദീപിൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ IT സെക്ടറും IT ഇൻഡെക്സിൻ്റെയും. ഓവർ ടു യു പ്രദീപ്. സൂരജ്, സോ നമ്മളിപ്പോൾ യു റേസ്ഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അബൌട്ട് പവർ സെക്ടർ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് ഇസ് അബൌട്ട് ദ പവർ സെക്ടർ റീഫോംസ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ യു ഹാവ് ഗോട്ട് ഹൈഡ്രോ പവർ, യു ഹാവ് ഗോട്ട് തെർമൽ പവർ, എക്സെട്ര. ബട്ട് വൺ ഇമ്പോർട്ടൻറ്റ് സെക്ടർ വിച്ച് ഇസ് സ്റ്റിൽ അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ ഇസ് ന്യൂക്ലിയർ പവർ. സോ ഒത്തിരി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടെ കേൾക്കുന്നുണ്ട് ദാറ്റ് ന്യൂക്ലിയർ പവർ ക്യാൻ ബി ഓപ്പൺഡ് അപ്പ് ടു ദ പ്രൈവറ്റ് സെക്ടർ. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു സെക്ടറിലോട്ട് എന്തെങ്കിലും ഒരു റിഫോംസ് വന്നു കഴിഞ്ഞാൽ I think that will be a big boost, and definitely I think companies like NTPC may want to consider even venturing into the nuclear power segment. But NTPCയുടെ ചാർട്ട് വൈസ് നമ്മൾ നോക്കുമ്പോഴേക്കും ജസ്റ്റ് ലൈക്ക് ONGC, ഓയിൽ ഇന്ത്യ എക്സെട്ര കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് അണ്ടർ പെർഫോമൻസാണ് കാണുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി NTPCയോടൊപ്പം തന്നെ വേറൊരു സ്റ്റോക്ക് സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് കോൾ ഇന്ത്യ. Suraj, I don't know whether you are aware, Coal India till 2 months ago, അതിൻ്റെ ഡിവിഡൻഡ് yield was about a 7 to 8%. അതായത് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു കോൾ ഇന്ത്യ. ആൻഡ് NTPC, SJVN, NHPC, ഇതൊക്കെ they are all dividend paying companies which are involved in the power sector. NTPCയുടെ സ്പെസിഫിക് കേസിൽ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ, ദാറ്റ് ഈസ് വെൻ ഐ സേ ജനുവരി 2025, അതായത് ഓൾമോസ്റ്റ് 12 months ആയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് അസെറ്റപ്പ് NTPCയുടെ കേസിൽ കാണാൻ സാധിക്കുന്ന 380-ൻ്റെ റെസിസ്റ്റൻസ് NTPCക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ റെഡി ഫോർ എ ബിഗ് മൂവ്. അതേസമയം നമ്മളിപ്പോൾ കോൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഓൾറെഡി ഓൾ ദ ട്രെൻഡ്സ് ആർ ബുള്ളിഷ്. ആൻഡ് എനിക്ക് തോന്നുന്നത് കോൾ ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 460 രൂപ താമസിക്കാതെ ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 60 രൂപ മുതൽ 80 രൂപയുടെ അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുന്നുണ്ട്. NHPCയുടെ കേസ് എടുക്കുമ്പോഴേക്കും കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് കഴിഞ്ഞ 14 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 70-90 ഇടയ്ക്ക് ഒരു വലിയ കൺസോൾട്ടേഷൻ നടക്കുന്നു. ആൻഡ് സിമിലർലി SJVNൻ്റെ കേസിലും നമുക്ക് കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് അൺലൈക്ലി ദാറ്റ് ഇറ്റ് വിൽ ബ്രേക്ക് ബിലോ 65. നൗ IT സെക്ടർ നോക്കുമ്പോഴേക്കും സൂരജ് പറഞ്ഞ വളരെ ശരിയാണ്. വി വേ ഐ തിങ്ക് ഇൻ എ വേ, ഐ ഡോണ്ട് നോ വെദർ ലക്ക് ഓർ സ്കിൽ, ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെയായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ആൻഡ് ദാറ്റ് വാസ് അറൗണ്ട് ദ ടൈം IT ഇൻഡെക്സിൽ നമുക്ക് ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു 4-6 ആഴ്ചകളായിട്ട് നമുക്ക് IT സെക്ടറിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ IT ഇൻഡെക്സിൻ്റെ കേസിൽ സപ്പോർട്ടായിട്ട് മേജർ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട 37,200 പോയിൻറ്റും മേജർ റെസിസ്റ്റൻസ് 39,700 പോയിൻറ്റും 39,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ ഒരു സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഇൻഫോസിസിൻ്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 1720-ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ കാണുന്ന 1540, എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
അറ്റ് ദ സെയിം ടൈം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നോക്കുമ്പോഴേക്ക് അണ്ടർ പെർഫോമൻസ് കഴിഞ്ഞ 3-4 ആഴ്ചക്കിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3240, മേജർ സപ്പോർട്ടായിട്ട് 3080 രൂപയും 3240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. HCL ടെക്നോളജിയുടെ കേസിൽ അറ്റ് ദ മൊമെൻറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. 1750 റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് 1640. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രി അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ മന്ത്രിസഭാ യോഗമടക്കം ഉടൻ ചേരാനുണ്ട്. ഇന്ന് സുരജ്, ഒരു പ്രത്യേകത, തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഞ്ചീപുരം സാരിയിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനായിട്ട് ഒരു പ്രത്യേക പാക്കേജൊക്കെ ബജറ്റ് പ്രതീക്ഷിക്കാമോ എന്നൊക്കെ നമ്മൾക്കൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയത് ബീഹാറിൻ്റെ പരമ്പരാഗത സാരി ധരിച്ചാണ്. ഇത്തവണയാകട്ടെ തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ സാരി ആണ് ധനമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തും. ഇതിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കണ്ടു. ഉടൻ തന്നെ മന്ത്രിസഭാ യോഗവും ചേരും. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഞായറാഴ്ച ബജറ്റ് അവതരണം നടക്കുന്നത്. എന്തായാലും കാഞ്ചീപുരം സാരിയിൽ എത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തമിഴ്നാട് അടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സൂരജ്, നേരെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 101(2) ഇത് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് രാഷ്ട്രപതി ഭവൻ പോകണം. രാഷ്ട്രപതി ഭവൻ പോയിട്ട് പ്രസിഡന്റിൻ്റെ ഒരു പെർമിഷൻ സീക്ക് ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞൊരു ക്യാബിനറ്റ് മീറ്റിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഈ ഫോട്ടോ ഓപ്പൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് എനിക്ക് അനീഷ് ലൈനിലുണ്ടോ? അനീഷ് PCR ഞാൻ ചോദിക്കുകയാണ്, അനീഷ് ഇപ്പോഴും കണക്റ്റഡ് ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പ്രദീപ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് കോൾ ഇന്ത്യയും ഓയിൽ ആൻഡ് ഗ്യാസും ഒക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞല്ലോ പ്രദീപ്, ഈ പവർ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ. ആ പവർ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ പ്രദീപ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ന്യൂക്ലിയർ പവറിൻ്റെ കാര്യം. പ്രദീപ്, അത് ആക്ച്വലി അതായത് ഒരു ഫോറിൻ അഫയേഴ്സിൻ്റെ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഖത്തറിൽ. ആ ഖത്തറിൽ വെച്ച് ഇന്ത്യയുടെ പൊതുവേ ഉള്ള ഈ ഒരു ട്രേഡ് ഡീലിൽ അമേരിക്ക ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇന്ത്യ മിക്കവാറും അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യാന്നുള്ള കാര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രോബ്ലം എന്താ? വി ആർ ഹാവിങ് എ ട്രേഡ് സർപ്ലസ് ആൻഡ് അമേരിക്ക ഈസ് ഹാവിങ് എ ട്രേഡ് ഡെഫിസിറ്റ്. അതിൽ ട്രംപ് വളരെ കൺസേൺഡ് ആണ് എന്നുള്ള. അത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളായിട്ടും ട്രംപിന്റെ കൺസേൺ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈസ് റണ്ണിങ് എ ഡെഫിസിറ്റ് ആൻഡ് മെനി കൺട്രീസ് ആർ ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസേൺ പറഞ്ഞത്. ആ കൺസേൺ പ്രകാരം ഇന്ത്യയും ആ ടാരിഫിന്റെ ആ ഒരു റെജീമിലേക്ക് നമ്മളും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഓയിലിൻ്റെ കാര്യമൊക്കെ ഒന്ന് മാറ്റി നിൽക്കട്ടെ, അതായത് റഷ്യൻ ഓയിലൊക്കെ ഒരു സ്ഥലം. ആദ്യമായിട്ട് തന്നെ നമുക്ക് വന്ന 25% ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് സർപ്ലസ് റൺ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാരണത്താലാണ്. ഒന്ന്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് അഡീഷണൽ ആയിട്ടുള്ള 25% കൂടെ വെച്ച് ഇൻ ടോട്ടോ 50% ടാരിഫ് വെച്ചു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് ട്രംപിനെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ ഒന്ന് പ്ലീസ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതായത് ആഗ്രി സെക്ടർ അല്ലെങ്കിൽ ഫാമിംഗ് സെക്ടർ, നമ്മുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഫാമിംഗ് സെക്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഡയറി ഫാമേഴ്സിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അത് മാത്രമല്ല ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് സെൻസിറ്റീവാണ്, അത് ഓപ്പൺ ചെയ്യാൻ കൊടുക്കില്ല എന്നാണ്. അപ്പോൾ എവിടെയാണ് US അല്ലെങ്കിൽ അമേരിക്കൻ എക്കണോമിയെ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിനെ നമുക്കൊന്ന് പ്ലീസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ വരുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഓയിൽ മേടിക്കുക, റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് കുറയ്ക്കുക. അതുമാത്രമല്ല പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടി നമ്മുടെ ന്യൂക്ലിയർ പവർ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ അമേരിക്കൻ കമ്പനികളായ GE പോലുള്ള കമ്പനികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡ് ഡീലിനെ ഒന്ന് കുഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയൊരു വെപ്പണാണ് ഈ ന്യൂക്ലിയർ എനർജി, സിവിലിയൻ ന്യൂക്ലിയർ എനർജി എന്നുള്ള കാര്യത്തിൽ അറിയാം. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മൾ അവരോട് മുന്നോട്ട് വച്ചതെന്നുള്ള. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ അനീഷ് ലൈനിലുണ്ടെങ്കിൽ അനീഷ് എനിക്ക് ചോദിക്കാനുള്ളത്, അനീഷ് ഈ പവർ സ്റ്റോക്സിൻ്റെ കാര്യവും ന്യൂക്ലിയർ സ്റ്റോക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്തല്ലോ. ഏതെങ്കിലും കമ്പനീസ് അനീഷിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് പവർ സെക്ടറിൽ ഏതെങ്കിലും അനീഷിൻ്റെ ചാർട്ടിൽ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു വാല്യൂ ബൈങ്ങോ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷനോ അല്ലെങ്കിൽ ഒരു വോളിയം ഷോക്കേഴ്സ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് കാണുന്നുണ്ടോ അനീഷ്? യെസ്,
നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞതാണ് NTPC പോലുള്ള സ്റ്റോക്സുകളിൽ തീർച്ചയായിട്ടും കൺസോൾട്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിക്കവറി മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനൊക്കെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ആൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1.5 വർഷമായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ മോഡിലാണ് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഇതൊരു 360 എബോവ് ഒക്കെ വന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൊമെൻറ്റം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ പ്രിഫറൻസ് പൊക്കി പറയുന്നത് NTPC ആണ്. ഈ NTPCയുടെ ചാർട്ട് അതാണ് കൺസോൾട്ടേഷനിൽ വളരെയധികം കൺസോൾട്ടേഷനിൽ നിൽക്കുന്ന ഒരു ചാർട്ടാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് 1.5 വർഷത്തോളമായിട്ട് ഇത് കൺസോൾട്ടേഷൻ മൂവിൽ നല്ല ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം കറക്റ്റീവ് ആക്ഷൻസൊക്കെ വന്ന് കൺസോൾട്ടേഷനിൽ നിൽക്കുവാണ്. ഇവിടെ വോളിയത്തിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ സ്ലൈറ്റായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇനിയുള്ള ന്യൂസ് ഇതേപോലെ സൂചിപ്പിച്ച ന്യൂസുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും വോളിയത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ മൂവ് വന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ്സ് 360 എബോവ് ആണെങ്കിൽ അത് നല്ലൊരു ബ്രേക്കൗട്ട് ഷോർട്ട് ടൈമിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് 440 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഒരു ചാർട്ട് വളരെയധികം നമ്മൾ വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രദീപ്, നമുക്കിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. അതായത് ഈ ബഡ്ജറ്റ് ഡേയിൽ എങ്ങനെയാണ് നിഫ്റ്റി പെർഫോം ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർ അറിവിന് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. 2015 ബഡ്ജറ്റ് ഡേ 0.65% നിഫ്റ്റി അപ്പായിരുന്നു. 2016 -0.61, 2017 +1.81, 2018 0.1 മൈനസ് ആയിരുന്നു, 2019 -1.14%, 2020 -2.5%, 2021 +4.74%, 2022 +1.37%, 2023 -0.26%, 2024 -0.12, 2025 -0.11. 2026 എങ്ങനെ വരുമായിരിക്കും പ്രദീപ്? ഇതാണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഡേറ്റയെക്കാളും നമുക്കിനി കുറച്ചുകൂടി ബഡ്ജറ്റിലേക്ക്, അതായത് ദ മീറ്റ് ഓഫ് ദ ഇഷ്യൂ ഇസ് കമ്മിങ് അല്ലേ, വിത്തിൻ അനദർ ½ an hour to 45 minutes ബഡ്ജറ്റ് സ്പീച്ച് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ നമുക്ക് ടു ദ പോയിന്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ ബെനിഫിറ്റ് ആവുന്ന ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്സോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രദീപ്. ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. സുരജ്, അതിലോട്ട് കിടക്കുന്നതിന് മുൻപ് യു വാസ് ടോക്കിംഗ് അബൌട്ട് ഈ ബഡ്ജറ്റ് ദിവസത്തിലുള്ള നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ്. സോ അതിൽ നമ്മൾ ഒരേ ഒരു വർഷം മാറ്റി നിർത്തിയാൽ ദാറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ് വാസ് 2021 4% കണ്ടോ നിഫ്റ്റി 50 കയറി. അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബഡ്ജറ്റ് ആഫ്റ്റർ കോവിഡ്. അബ്സല്യൂട്ട്ലി. സോ മറ്റേ ഏത് ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാലും കാര്യമായിട്ട് ആ ഒരു ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് മൂവ്മെൻറ്റ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആൻഡ് ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ബേസിസിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് ദെൻ ദാറ്റ് ബിക്കംസ് ബ്ലൈൻഡ് സ്പെക്കുലേഷൻ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് ഇസ് ഓൺലി 1 out of 365 days. പ്രദീപ്, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യണത്. പ്രദീപ്, ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ, അതായത് 80% ഓഫ് DP അക്കൗണ്ട്സ് കൂടുതലും 2020 ശേഷം, കോവിഡിന് ശേഷമാണ് വന്നതെന്നുള്ള. ഇതിൽ പലരും ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഫോളോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സൈക്കിൾ അല്ലാതെ ഒരു ബെയറിഷ് സൈക്കിൾ കണ്ടിട്ടില്ല എന്നുള്ള. നമുക്ക് തന്നെ പ്രദീപ്, നമുക്ക് 2008 മുതൽ 2014 വരെ മാർക്കറ്റിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അന്നത്തെ ഗവൺമെൻറ്റിനെ ഇനി അന്നത്തെ എന്താ പറയുക ബ്ലെയിം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള. ഇപ്പം പലർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം ആയപ്പോൾ തന്നെ മടുപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രദീപിൻ്റെ അഭിപ്രായത്തിൽ ഇത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ന്യൂ ഏജ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സ് കമ്മിങ് ടു ദ മാർക്കറ്റ് ആഫ്റ്റർ കോവിഡ്, അവർക്കൊരു മെസ്സേജും കൂടെ ഉള്ളത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പ്രദീപ്. ഷുവർ. സി, മാർക്കറ്റിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. വൺ ഇസ് ആസ് എ സ്പെക്കുലേറ്റർ ട്രേഡർ, സെക്കൻഡ് ഇസ് ആസ് ആൻ ഇൻവെസ്റ്റർ. സോ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ ഐ തിങ്ക് ഇത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈസ് ടെസ്റ്റ് ക്രിക്കറ്റ് ബെറ്റർ ഓർ ഈസ് T20 ബെറ്റർ. ടെസ്റ്റ് ക്രിക്കറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ലോങ് ടേം. മിസ്റ്റേക്സ് നടത്താനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാര്യം നമ്മുടെ കൈവശം സമയമുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും അനലൈസ് ചെയ്യാനും. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ദ ടൈം ഈസ് വെരി വെരി ഷോർട്ട്, ദ റിസ്ക് ഈസ് വെരി വെരി ഹൈ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടിരിക്കുന്ന കഴിഞ്ഞ 30 വർഷത്തിൽ ഒരു മാറ്റവും നടന്നിട്ടില്ല in the financial market as far as the retail investing segment is concerned.
ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി അവർ പ്രിപ്പയർഡ് അല്ല. എവറിബഡി വാണ്ട്സ് എ ടിപ്പ്, എവറിബഡി വാണ്ട്സ് ടു നോ ഏതാ ബൈ ചെയ്യേണ്ടത്. ആക്ച്വലി നോബഡി ഈവൻ ഈസ് ടോക്കിംഗ് ഏതാ വിൽക്കേണ്ടത്. സോ നമ്മൾ മാർക്കറ്റിലോട്ട് വാങ്ങിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. ഒന്ന് എപ്പോൾ വാങ്ങിക്കണം, എന്ത് വിലയ്ക്ക് വാങ്ങിക്കണം, എത്ര വാങ്ങിക്കണം. സപ്പോസ് നമ്മളിപ്പോൾ റിലയൻസ് വാങ്ങുകയാണെങ്കിൽ 50 ഷെയറാണോ 100 ഷെയറാണോ 5000 ഷെയറാണോ വാങ്ങിക്കേണ്ടത്, ദാറ്റ് ഡിപ്പെൻഡ്സ്. So that brings us to two important topics. One is money management, second is risk analysis. മാർക്കറ്റിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്വർണം ആൻഡ് വെള്ളിയുടെ കേസ് പറഞ്ഞു. സോ സ്വർണം വെള്ളിയുടെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തിന് നമുക്ക് കാണാൻ സാധിച്ചു ഇറ്റ് വാസ് എ ഗെയിൻ ഓഫ് മോർ ദാൻ 100%. ആ ഒരു കേസിൽ നമ്മൾ വീണ്ടും സ്വർണം അല്ലെങ്കിൽ വെള്ളി സേഫ് ഹാവൻ എന്ന് ചെന്ന പൊസിഷൻ എടുക്കുന്ന ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ഐഡിയ അറ്റ് ഓൾ. കാര്യം റിസ്ക് ഇസ് ടു മച്ച് കമ്പയർഡ് ടു ദ പൊട്ടൻഷ്യൽ റിവാർഡ്. സോ പ്രേക്ഷകരോട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒക്കെ എനിക്ക് പറയാൻ ഷെയർ ചെയ്യാനുള്ള ആദ്യത്തെ അഡ്വൈസസ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ നമ്മുടെ കൈവശം ഉണ്ടാകണം. ഇൻവെസ്റ്റിംഗ് ഇസ് ഓൾവേസ് എ ലോങ് ടേം, ഇറ്റ് ഇസ് നെവർ എവർ ഷോർട്ട് ടേം. സോ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇറ്റ് ഇസ് ട്രേഡിങ്. ബട്ട് ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ട്രേഡ് ചെയ്ത് വെൽത്ത് ഉണ്ടാക്കിയ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ എനിക്ക് ഇന്ന് വരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. പ്രദീപ്, ഇത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് പൊതുവെയുള്ള ഒരു ന്യൂ ഏജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കൂടുതലും ഞാൻ അന്ന് വിജയകുമാർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി അവരെ ഡ്രൈവ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ലെവലും നോക്കിയിട്ടാണ്. അതായത് 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക്, അത് ചിലപ്പോൾ 2023 2024 മിഡ് ഭാഗത്തോ ആയിരിക്കാം, ഇപ്പം അത് 300 രൂപയ്ക്കാണ് അവൈലബിൾ എങ്കിൽ അത് ബൈ അല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എന്നുള്ളത്. അതായത് പ്രൈസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന്, അല്ലാതെ വാല്യുവേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ, ഇപ്പം നമ്മളൊക്കെ ഏതാണ്ട് 50+ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ എല്ലാ പ്രേക്ഷകരോടും നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ അല്ല നമ്മൾ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരണതെന്ന് വെച്ചാൽ, ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 52 വീക്ക് ഹൈ നോക്കിയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യണ പ്രൈസ് ഭയങ്കര ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തീരുമാനിക്കുന്നു അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബൈ ആണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ആ ഒരു പ്രൈസ് ആങ്കറിങ് എന്ന് പറയുന്ന, ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ബയസ്, അതായത് നമ്മുടെ സൈക്കോളജിയിൽ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ആ ബയസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആങ്കറിങ്, അതായത് ഒട്ടും റെലവൻസ് അല്ലാത്ത ഒരു പ്രൈസ് നമ്മൾ കണ്ടുവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരു ലോവർ വാല്യുവേഷനാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, സ്വന്തമായി നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു ദാറ്റ് ഈസ് എ ബൈ എന്നുള്ള രീതിയിൽ. എന്നാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല മാർക്കറ്റ് എന്തുകൊണ്ട് അതിനെ താഴേക്ക് കൊണ്ടുവന്നു, എന്താണ് റീസൺ, എന്തുകൊണ്ടായിരിക്കാം ഒരു സ്റ്റോക്ക് 40% 50% താഴെ വന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നുള്ള. പ്രദീപിൻ്റെ എക്സ്പീരിയൻസിൽ, പ്രദീപ് 30-35 ഇയേഴ്സോളം ആയി സ്റ്റോക്ക് മാർക്കറ്റിൽ. ഫിസിക്കൽ ഷെയർസ് ഉള്ള കാലം മുതൽ പ്രദീപ് മധുര കോട്ട്സിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ പ്രദീപ് ഈ പറയുന്ന പോലെ സ്റ്റോക്സ് ആയിട്ട് ബന്ധമുള്ള ആളാണ്. അന്ന് എനിക്ക് തോന്നുന്നു കമ്പനികളിലൊക്കെ ഇതേപോലെ ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റോ ഇലക്ട്രോണിക് ട്രേഡിംഗ് മെക്കാനിസം ഇല്ലാത്ത കാലത്ത് പ്രദീപ് കത്തെഴുതി ലെറ്റർ എഴുതിയാണെന്ന് തോന്നുന്നു ഷെയർ മേടിച്ചിരുന്ന ഒരു കാലഘട്ടം. പ്രദീപ്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആൾക്കാർക്ക് ഈ വാല്യുവേഷനെക്കാട്ടിലും അല്ലെങ്കിൽ മാർക്കറ്റിൽ തെറ്റുന്ന ഏക ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ക്യാരക്ടറും ഡിസിപ്ലിനും അല്ലേ? അതല്ലേ ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം പ്രദീപ്? തീർച്ചയായിട്ടും. സോ ഡിസിപ്ലിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ സൂര്യൻ, യു വുഡ് ബി അവെയർ ഐ കണ്ടക്ട് എ ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. സോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന 3 കാര്യങ്ങൾ. വൺ ഇസ് മണി, വൺ ഇസ് മെത്തേഡ്, വൺ ഇസ് ദ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് ഇസ് അക്കോർഡിംഗ് ടു മീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മുടെ കൈവശം ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ട്, നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കാൻ സാധിക്കും. ദാറ്റ്സ് എ മെത്തേഡ്. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ആ റൂൾസും നമ്മൾ പഠിക്കുന്ന മെത്തേഡും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണോ? സോ ഈ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആൻഡ് ആസ് വെൽ ആസ് ദ അഡ്വാൻറ്റേജസ്, ഇറ്റ്സ് എ ലോൺലി ഗെയിം. അതായത് നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് ബോസ് ഉണ്ട്, നമുക്ക് സബോർഡിനേറ്റ്സ് ഉണ്ട്, നമുക്ക് കൊളീഗ്സ് ഉണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ബട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ലോൺലി. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഗെയിം ഓഫ് ചെസ്.
സോ ആ ഒരു കേസിൽ നമുക്ക് ഒത്തിരി ഡിസിപ്ലിൻ, നമ്മൾ ഒത്തിരി റൂൾസ് ഫോളോ ചെയ്യാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡറായിട്ട് സക്സീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. താങ്ക് യു പ്രദീപ്. നമുക്ക് എന്തായാലും PCR നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അനീഷ് വീണ്ടും ലൈനിലുണ്ട് എന്നുള്ളതാണ്. അനീഷ്, അനീഷിന്റെ വിഷ് ലിസ്റ്റാണ് എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് അറിയേണ്ടത്. അതിനു മുമ്പേ നമ്മൾ നേരത്തെ നയന പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ മെസ്സേജ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അതായത് തമിഴ്നാട് ഇലക്ഷന് വേണ്ടിയിട്ട് BJP പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജും വന്നു തുടങ്ങി എന്നുള്ളതാണ്. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു നയന. അതായത് എന്ത് വന്നാലും നമുക്ക് 3 സംസ്ഥാനങ്ങളിൽ ഒരു ഇലക്ഷൻ ഉണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് പ്രത്യേകിച്ച് ഈ റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇലക്ഷന് പ്രിപ്പയർഡ് ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർ. അതും ഈ ബഡ്ജറ്റിലൊക്കെ തീർച്ചയായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട രീതിയിലൊക്കെ അവർ സാധാരണ നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ബീഹാറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലം ബഡ്ജറ്റിൽ നമുക്കറിയാലോ ഈ കൊല്ലം ബംഗാൾ, പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഇസ് മദർ ഓഫ് ഓൾ ഇലക്ഷൻ. അത് കഴിഞ്ഞ് തമിഴ്നാട്, അതുപോലെ നമ്മളിരിക്കുന്ന ഈ സംസ്ഥാനം കേരളത്തിൻ്റെയും ഇലക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു റിഫോം അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്സ് അതിനെ ബന്ധപ്പെടുത്തി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനീഷ്, കമ്മിങ് ബാക്ക് ടു യു. അനീഷ്, ഈ പറയുന്ന പോലെ അനീഷിന് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് ബഡ്ജറ്റിന് ഏതൊക്കെ സെക്ടർ ആയിരിക്കും, ഏതൊക്കെ സ്റ്റോക്ക് ആയിരിക്കും. കാര്യം അനീഷും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, മാർക്കറ്റിൽ നന്നായിട്ട് അറിയാം. അനീഷ് ആണെങ്കിൽ ഞങ്ങളെ പോലെയല്ല, അത്രയ്ക്ക് പ്രായമായിട്ടില്ല, എന്നാൽ അത്രയ്ക്ക് ചെറുപ്പമല്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കസ്പ് ഏരിയയിൽ കിടക്കുന്നുണ്ട്. ഈ ജെൻസിയുടെ ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റും, ഞങ്ങളെ പോലത്തെ വെറ്ററൻസിൻ്റെ കാര്യങ്ങളും അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ് അനീഷ് എന്നുള്ളത്. അപ്പോൾ അനീഷിൻ്റെ ഒരു വിഷ് ലിസ്റ്റ് എങ്ങനെയാണ് ടുവേർഡ്സ് ബഡ്ജറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ? ബിക്കോസ് വി ആർ ജസ്റ്റ് മിനിറ്റ്സ് അവേ, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് 10:36 ആയി. ഇനി ജസ്റ്റ് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അനീഷിൻ്റെ ഒരു വിഷ് ലിസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട്. മാഡം ധനമന്ത്രി എന്ത് ഡ്രസ്സ് ഉണ്ടാവും? അവരുടെ എല്ലാ പ്രാവശ്യവും ഒരു നല്ല സാരിയാണ് ധരിക്കുന്നത് എല്ലാവരും. അനീഷ് അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിരുന്നില്ലെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമുക്ക്. അവർ എല്ലാ പ്രാവശ്യവും ഒരു നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ്. ഞാൻ ഇവിടെ ഈ പ്രാവശ്യം വളരെ ബഡ്ജറ്റിൽ വളരെ ലൈറ്റ് എക്സ്പെക്റ്റേഷനാണുള്ളത്. ആൾറെഡി പറയാമല്ലോ, ആൾറെഡി നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. എപ്പോഴും ഞാൻ കൺസപ്ഷൻ തീമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്രാവശ്യവും ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൺസപ്ഷൻ, നമ്മൾ ഇൻറ്റേർണലി ആയിട്ടുള്ള കൺസപ്ഷൻ തീമിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാഡത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് തന്നെയാണ് നമുക്കൊരു കാരണം നമ്മുടെ ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ് അത് തന്നെ ആയിരിക്കും. അതിനുള്ള ഒരു റിഫോംസ് ആയിരിക്കും അവർ ഉണ്ടാകുന്നതെന്നാണ്. അല്ലാതെ ഫ്രീ ബൈസ്ഡോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു റിഫോംസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതിന് കൺസപ്ഷനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ അത് തന്നെയാണ് നിന്നിട്ടുള്ളത്, ഇനിയും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്ടർസിൽ ആൾറെഡി സാർ ഇവിടെ പറഞ്ഞു 35 ഇയേഴ്സായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന്. ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ വളരെയധികം പോസിറ്റീവ്സ് ഉണ്ട്. അവിടെ ഒരുപാട് റിഫോംസ് വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെക്ടേഴ്സും ഞാൻ നോക്കുന്നു. ബാക്കി ഉള്ള സെക്ടേഴ്സിലെല്ലാം തന്നെ ആൾറെഡി നമ്മൾ കഴിഞ്ഞ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്. ബട്ട് ഈ പ്രാവശ്യം ഞാൻ നോക്കുന്നത് കൺസപ്ഷൻ പ്ലസ് ഫൈനാൻസ്, ഈ 2 തീമിലേക്കും ഉള്ള എന്തെങ്കിലും ഒക്കെ ഒരു സർപ്രൈസ് തരികയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഹൈലി അപ്രീഷിയേറ്റബിൾ. അപ്പോൾ അനീഷിൻ്റെ അഭിപ്രായത്തിൽ നോ നെഗറ്റീവ് ന്യൂസ് ഇസ് ഗുഡ് ഫോർ ദ മാർക്കറ്റ്സ് ആൻഡ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിലേക്കാണ് അല്ലേ? നെഗറ്റീവ് ഒന്നും വരരുത്, പോസിറ്റീവ് ഒന്നും വന്നില്ലെങ്കിൽ നെഗറ്റീവ് വരായിരുന്ന വലിയ സന്തോഷം എന്ന രീതിയിലാണ് അനീഷ് പറയുന്നത്. ഓക്കെ, സോ വി ആർ ജസ്റ്റ് 45 മിനിറ്റ്സ് അല്ലേ, 45 to 48 മിനിറ്റ്സേ ഉള്ളൂ അവേ ഫ്രം ദ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ദ റിയൽ സ്ക്രിപ്റ്റ് ദാറ്റ് സ്റ്റാർട്ട് ബൈ 11 AM എന്നുള്ളതാണ്. അതിനു മുമ്പ് എനിക്ക് നമ്മുടെ എല്ലായിടത്തും ചോദിക്കേണ്ട കാര്യം, നിങ്ങളെ ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്പേർട്സ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറയ്ക്കോ ഇല്ലേ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ടിങ്കറിങ് നടക്കുമോ? പലരും വിശ്വസിക്കുന്നത്, അതായത് പലരും വിശ്വസിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേപോലെ FIIs സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ FIIs വരാത്തത്, സ്റ്റോക്ക് കയറാത്തത് എന്നുള്ളൊരു മിസ്കൺസംഷനും കൂടെ ഉള്ള ഒരു കാലഘട്ടമാണെന്ന് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ആൾക്കാർ ആരും ശ്രദ്ധിക്കുന്നില്ല. കയറുന്ന സ്റ്റോക്കുകളിൽ FII ബൈ ചെയ്യുന്നുണ്ട്, അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ഇഷ്യൂ വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് നമ്മളെ സംബന്ധിച്ച് നമ്മളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ടിങ്കറിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? അനീഷ് ആദ്യം ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് പ്രദീപിൻ്റെയിലേക്ക് പോകാനുണ്ട്. ഞാൻ അത്രത്തോളം വലിയൊരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ബട്ട്
അങ്ങനെ തരികയാണെങ്കിൽ ഈ ഒരു ടെമ്പററി, കാരണം നമുക്ക് ഗ്ലോബലി ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്, ആ ഒരു പ്രഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടെമ്പററി കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പോസിറ്റീവായിരിക്കും. കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, അതായത് നമ്മളുടെ ഇക്കോണമിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ കുറച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മണി ഇതിലേക്ക് പമ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയൊരു എസംഷൻ അല്ലെങ്കിൽ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. കിട്ടുകയാണെങ്കിൽ അതൊരു ആഡഡ് പോയിന്റ് ആയിരിക്കും. അത് ക്യാപിറ്റൽ ഇൻഫ്ലോയെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാനുള്ളത്. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. ലേഡി ഇൻ ദ റൂം, ഈ സാരിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതിനു മുമ്പ് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ച് പ്രദീപിൻ്റെ ഒരു അഭിപ്രായം അറിയാമെന്നുണ്ട്. പ്രദീപ്, അതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ റവന്യൂ മുഖാന്തരമുള്ള റവന്യൂ, അതായത് ടാക്സ് മുഖാന്തരമുള്ള റവന്യൂ നമുക്ക് ടാക്സ് റെസീപ്റ്റ്സ് വലിയ രീതിയിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏതാണ്ട് 12 ലക്ഷം വരെ കോമൺ മെൻ ഇൻകം ടാക്സിൽ ഒരു റിലീഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? സ്ട്രെയിറ്റ് അവേ നമുക്ക് പറയാം ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂവിൽ ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സെപ്റ്റംബറോട് കൂടി വന്നപ്പോൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും GST2 വന്നത് കാരണം ഏതാണ്ട് 90-95% നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞോ ഇല്ലേ നമുക്കറിയില്ല. ബട്ട് ഗവൺമെന്റിന്റെ ടാക്സ് ഇനത്തിലുള്ള കമ്പോണന്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കുറഞ്ഞത് കാരണവും ഗവൺമെന്റ് ഒരു റവന്യൂ ഷോർട്ട് ഫോൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ രണ്ടിനത്തിലും ഈ പറയുന്ന പോലെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ റവന്യൂ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റ് ടാക്സ് എന്ന രീതിയിലും ഗവൺമെന്റ് റവന്യൂ ഗണ്യമായി കുറഞ്ഞു. നമുക്കറിയാലോ പല കമ്പനികളുടെ, അതായത് കോർപ്പറേറ്റ് ഏർണിങ്സ് വെറും 3% തൊട്ട് 5% ഗ്രോ ചെയ്തത്. അത് കാരണം കോർപ്പറേറ്റ് ടാക്സും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഇൻഫ്ലേഷനും കൂടുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. കറൻസിയും ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ഗവൺമെന്റിന്റെ ടാക്സ് റെസീപ്റ്റ്സ് കുറയുമ്പോൾ ഗവൺമെന്റിന് ഒരു ഹെഡ് റൂം ഉണ്ടോ പ്രദീപ് ഈ ക്യാപിറ്റൽ ഗെയിൻസിൽ ഒരു ടിങ്കറിങ്ങോ കുറവ് വരുത്താൻ? കാര്യം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും STTയും എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു റവന്യൂ അല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം, ട്രേഡ് ചെയ്യുന്ന കാരണം ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നതിന് 68,000 crores അങ്ങാണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിൽ ക്യാപിറ്റൽ ഗെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഫിഗർ അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഉദ്ദേശം 1 ലക്ഷം, കാര്യം 2024 അങ്ങാണ്ട് 93,000 crores ഗവൺമെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ മേ ബി ഒരു 1,20,000, 1,30,000 ഒക്കെ ആയിരിക്കാം FY23 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് അതിലും വന്നത് കാരണം ഗവൺമെന്റ് കുറച്ച് ടൈറ്റ് ആണ് എന്നുള്ള കാര്യം അറിയാം. ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ടിങ്കറിംഗ് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രദീപ്? Short-term capital gains tax, definitely the answer is no. I don't think change വരുമെന്ന്. But long-term capital gains government ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം is 1.25 lakhs and threshold they can increase it a little bit. But again, tax rate even in LTCG ഞാൻ ഒരു change expect ചെയ്യുന്നില്ല. At the same time, STTയുടെ കേസിൽ I think the government can actually reduce it a little bit. അത് കാര്യമായിട്ട് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു അല്പമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് സെൻറ്റിമെൻറ്റ് ബൂസ്റ്റർ ഫോർ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ അത് എന്ത് രീതിയിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സെറ്റ് ദാറ്റ് ഗവൺമെൻറ് ഇസ് ട്രാപ്പ് ഫോർ ഫണ്ട്സ്. സോ ഗവൺമെൻറ്റിന് അതൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ LIC പോലൊരു കമ്പനിയിൽ വീണ്ടും ഒരു ഓഫർ ഫോർ സെയിൽ കൊണ്ടുവരണമെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ LICയുടെ ഷെയർസ് ദേ കാണ്ട് ഓഫർ ഇറ്റ് ഫോർ സെയിൽ. LICയുടെ ഷെയർ പ്രൈസ് മാർക്കറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ കൺസിഡർ ദാറ്റ്. അപ്പോൾ അത് ഒക്കെ നടക്കണമെങ്കിൽ ഐ തിങ്ക് ഇഫ് STT ക്യാൻ ബി ട്വീക്ഡ് എ ലിറ്റിൽ ബിറ്റ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബൂസ്റ്റ് ദ സെൻറ്റിമെൻറ്റ് ഓഫ് ദ ഷെയർ മാർക്കറ്റ്. പ്രദീപ്, അതുകൂടാതെ ഒരു ചെറിയൊരു പ്രോബ്ലം ഈ FISന്റെ ടാക്സേഷൻ്റെ കാര്യത്തിലാണ്. FISന്റെ ടാക്സേഷൻ്റെ കാര്യത്തിൽ സാധാരണ ഈ OECD കൺട്രീസ്, അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, OECD കൺട്രീസിൽ സാധാരണ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്, അത് FI ആയിക്കോട്ടെ, FP ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നതായിക്കോട്ടെ, അവരുടെ രാജ്യത്തിലൊക്കെ ഈ പറയുന്ന പോലെ ഈ സോഴ്സ് ബേസ്ഡ് അല്ല, അതായത് ഈ പറയുന്ന പോലെ നമ്മൾ എവിടെയാണോ പൈസ ഉണ്ടാക്കുന്നത് അവിടെ അല്ല അവർ ടാക്സ് ചെയ്യുന്നത്. സോഴ്സ് ബേസ്ഡ് ആയിരുന്നല്ല, എവിടെയാണോ റെസിഡൻസ് ഉള്ളത് ആ FII അവിടെയാണ് ടാക്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം നടക്കുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ US നിന്നൊരു FII വരുന്നു എന്ന് വിചാരിക്കാം.
അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ സോഴ്സിലാണ് ടാക്സ് ചെയ്യുന്നത്. സോഴ്സിൽ ടാക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ നാട്ടിലേക്ക് ഇവിടെ ടാക്സ് അടച്ചതിന് ശേഷം പൈസ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും ഒരു ടാക്സേഷൻ കൂടെ വരുമ്പോൾ ഒരു ഡബിൾ ടാക്സേഷൻ്റെ എഫക്റ്റ് വരുന്നില്ല. മറ്റുള്ള OECD കൺട്രീസിൽ ശരിക്കും പറഞ്ഞാൽ ഈ സോഴ്സ് ബേസ്ഡ് ആയിട്ട് ഒരു ടാക്സ് അവർ പിടിക്കുന്നില്ല എന്നുള്ള, പകരം എവിടെയാണോ ഈ FII റെസിഡൻസി ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിഡന്റ് ആവുന്നത് അവിടെയാണ്. ഉദാഹരണത്തിന് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ ഒരു US FII വരുന്നു എന്ന് വിചാരിക്കാം, അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം, അവരെ സോഴ്സിൽ ടാക്സ് ചെയ്യാറില്ല, പകരം ഈ പൈസ US കൊണ്ടുപോയതിനു ശേഷം US-ന്റെ ഗവൺമെന്റ് റൂൾസ് അല്ലെങ്കിൽ ടാക്സ് റൂൾസ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നതല്ല. പ്രോബബ്ലി പെർഹാപ്സ് ഇന്ത്യ ഈസ് എ മേജർ മാർക്കറ്റ് വെയർ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ റെസിഡൻസി എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് പണ്ട് മുതലുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ള. അപ്പോൾ ഇത് കാരണം തന്നെ ഒരു ഡബിൾ ടാക്സേഷൻ വരുന്നു FIIസിന്. അപ്പോൾ FIIസിനെ സംബന്ധിച്ച് എത്രത്തോളം റിട്ടേൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കണം? ഒന്നാമത് ഇന്ത്യൻ മാർക്കറ്റിൽ ഓവർ വാല്യൂഷൻ കാരണം ഓപ്പർച്യൂണിറ്റി കുറവാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വരുന്നു എന്നുള്ളത്, അതുകൂടാതെ നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ടാക്സേഷൻ, ഡബിൾ ടാക്സേഷൻ, അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് പൈസ കൊണ്ടുപോകുമ്പോൾ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റും കൂടെ വരുമ്പോൾ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഏതാണ്ട് 16-18% ഉണ്ടാക്കാതെ FIIസിന് ആ ട്രേഡിൽ ഒരു പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോയിന്നുള്ളൂ. അത് കാരണം അതുകൊണ്ട് തന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ FIIസിനുള്ള ആ ടാക്സ് ഇവിടെ വിത്ത്ഹോൾഡ് ചെയ്യും. അത് കാരണം ഈ വിത്ത്ഹോൾഡിങ് ടാക്സും ശരിക്കും പറഞ്ഞാൽ FIIസിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പൈസ കിട്ടുന്നില്ല എന്നുള്ള. മൂന്നാമതായിട്ടുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പ്രദീപ്. അതായത് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് 2020 ഒരു FII വന്നു എന്ന് വിചാരിക്കാം. അവർ വരുമ്പോൾ $75 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പൈസ ഡിപ്ലോയ് ചെയ്തു. 2020 നിന്ന് 2026 വരെ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് FIIസിന് ഒരു ഗെയിനും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ബട്ട് എന്ത് പറ്റി? ഇന്ത്യയുടെ തന്നെ എക്കണോമിക് ഇഷ്യൂസ് കാരണം ഡോളർ 75 നിന്ന് 90 ആയി. അപ്പോൾ ആ സമയത്ത് 5 കൊല്ലമായിട്ട് ഈ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന FII ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കിൽ ഭേദപ്പെട്ട ഒരു റിട്ടേണും, 0 റിട്ടേൺ ഉണ്ടാക്കിയാൽ പോലും അവർ വിറ്റിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഗവൺമെന്റ് കാണുന്നത് 75 രൂപയിൽ നിന്ന് 90 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഒരു കറൻസി ലോസിന്റെ പെയിനും കൂടെ FII അനുഭവിക്കുന്നു. അതിന് ആ കറൻസി മുഖാന്തരം, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, കറൻസി മുഖാന്തരം കിട്ടുന്ന ആ ഗെയിനിനും കൂടെ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് FIIs അടക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും FIIs ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യത്തിൽ വളരെ ഹാപ്പി അല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ആ FIIസിന്റെ ഭാഗത്ത് നിന്ന് FIIസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രദീപ് പറഞ്ഞ പോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഗവൺമെന്റ് അത്യാവശ്യമാണ്. കാര്യം കൂടുതൽ പൈസ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ നേരത്ത് ദാറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ കറൻസി, റുപ്പി എന്നുള്ള കാര്യം മാത്രമല്ല ബാലൻസ് ഓഫ് പേയ്മെന്റിനും ഇഷ്യൂ വരുന്നു എന്നുള്ള. അപ്പോൾ എന്ത് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് നമ്മുടെ ഈ FIIസിനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ? കാര്യം നമുക്ക് പല സെക്ടറിലും FIIസിന്റെ മണി വേണം നമുക്ക്. അതായത് നമുക്ക് ഇക്വിറ്റി റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സെന്റർ, EV, ഡിഫൻസ് സിസ്റ്റത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ബഡ്ഡിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വേണ്ട രീതിയിൽ റിട്ടേൺ കിട്ടില്ല. അപ്പം നമുക്ക് ഈക്വിറ്റി റേസ് ചെയ്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റും FIIസിന്റെ ഇൻവെസ്റ്റ്മെന്റും വേണം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യാനും FIIസിന്റെ പൈസ വേണം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഇംപെറേറ്റീവ് ദാറ്റ് വി നീഡ് എ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് വെയർ എവറി വൺ ഇസ് ഹാപ്പി എന്നുള്ള. അപ്പോൾ പ്രദീപ്, ഈ ബഡ്ജറ്റിൽ ഈ നമ്മുടെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് കൂടാതെ തന്നെ FIIസിന് എന്തെങ്കിലും സഹായം ഈ വിത്ത്ഹോൾഡിംഗ് ടാക്സിന്റെ കാര്യത്തിലോ എന്തിലെങ്കിലും പ്രദീപ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചേഞ്ചസ്? എനിക്ക് തോന്നുന്നില്ല സൂരജ് ദാറ്റ് ആസ് ഫാർ ആസ് FIIs ആർ കൺസേൺ ടാക്സ് കൺസെഷൻസിൽ കാര്യമായിട്ടൊരു ചേഞ്ച് വരുമെന്നോ. See, my understanding is that with most of the countries, India already DTTA ഉണ്ട്, അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇഫ് ഐ എം എൻ FII ഇന്ത്യയിലെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹോം കൺട്രിയിലോട്ട് തിരിച്ച് ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഐ ക്യാൻ ക്ലെയിം എ ടാക്സ് റീഫണ്ട് ഫ്രം മൈ ഹോം കൺട്രി. That can be set off, അല്ലേ? That can be set off. Now, as far as withholding tax is concerned, അതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രൂഡൻറ്റ് ഗവൺമെൻറ്റും വിത്ത്ഹോൾഡിംഗ് ടാക്സ് ഒരു മാറ്റം കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഡൊമസ്റ്റിക്കിൽ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് നമുക്ക് TDS വേണ്ട എന്നും ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് നയിക്കുക. അത് ഒരു ഗവൺമെൻറ്റും അനുവദിക്കാൻ പോകുന്നില്ല. സോ ആസ് ഫാർ ആസ് ദ FIIs ആർ കൺസേൺഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ടാക്സ് റിജീമിൽ ഒരു ചേഞ്ച് വരുമെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ നേരത്തെ മോർണിംഗ് സെഷനിൽ സംസാരിച്ചതുപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലെങ്കിൽ
നമുക്ക് ഇന്ത്യയിൽ പുതിയ പുതിയ ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ടൊരു ഇത് കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോഴേക്കും സ്റ്റാർട്ടപ്പ് കമ്പനീസിനൊക്കെ ടാക്സ് ഹോളിഡേയ്സ്, ടാക്സ് ഇൻസെൻറ്റീവ്, ടാക്സ് ബ്രേക്സ് കൊടുക്കാൻ I definitely would like the finance minister to do something on that. പ്രദീപ്, ഈ STTയുടെ കണക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു FY25-26 ബഡ്ജറ്റിൽ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു, ഒരു റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു 78,000 crores കിട്ടുമെന്നാണ്. ബട്ട് ആസ് ഓൺ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ January 11th വരെ കണക്ക് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. അതിനുശേഷം ഒഫീഷ്യൽ ഡേറ്റാസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 44,500 crores മാത്രമേ ഗവൺമെൻറ്റിന് STT ഇനത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. അതായത് ടാർജറ്റിൻ്റെ 57% അടുപ്പിച്ചായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന 2 മാസത്തിനുള്ളിൽ ബാക്കിയുള്ളത് കൂടെ കവർ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ STT ഇനത്തിൽ നല്ല രീതിയിൽ ഒരു റവന്യൂ ലോസ് ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് നിന്ന് ഗവൺമെൻറ് എന്ത് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മളെല്ലാവരും ക്യാപിറ്റൽ മാർക്കറ്റിൽ വിഷ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലും STTയും കുറച്ചുകൂടെ, കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ് അല്ലേ. ഈ ഡെവലപ്പിംഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ വലിയ ഡെവലപ്ഡ് നേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രോയിങ് എക്കണോമിയാണ്, ഡെവലപ്പിംഗ് എക്കണോമിയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സെക്ടേഴ്സിനെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള ഫണ്ടിങ് എന്നും ഇക്വിറ്റി തന്നെയാണ്, ഡെപ്റ്റ് അല്ല. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ 10%, 11% ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഒരു ബിസിനസ്സിന്. ആദ്യത്തെ ഒരുപാട് നാൾ ഈ ബിസിനസ് നഷ്ടത്തിലായിരിക്കും. ആ സമയത്ത് ഈ ഇൻട്രസ്റ്റ് പോർഷൻ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് പല ബിസിനസ്സും പല സെക്ടറുകളും സർവൈവ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാലോ നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പേടിഎം പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ ഇതാ സ്വിഗ്ഗി പോലത്തെ കമ്പനികൾ, സൊമാറ്റോ പോലത്തെ കമ്പനികൾ, ഇവർ കൂടുതലും കടം എടുക്കുന്നതിനേക്കാട്ടിലും ഇക്വിറ്റി റേസ് ചെയ്ത്, അതായത് ഷെയർ വിറ്റിട്ട് കാശ് റേസ് ചെയ്താണ് അവർ എക്സ്പാൻഷനിലേക്ക് പോരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ സക്സസ്ഫുൾ ആയിട്ടും എനിക്ക് തോന്നുന്നു പ്രദീപും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇറ്റേണൽ അഥവാ സൊമാറ്റോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റോക്ക്. നമുക്കറിയാം ലാസ്റ്റ് 3-4 കൊല്ലം ഏതാണ്ട് 45-50 രൂപയെന്ന് ഏതാണ്ട് 300 വരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 250-നും 300-നും ഇടയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈക്വിറ്റി എന്ന് പറയുന്നത് ആ ചീപ്പായിട്ടുള്ളൊരു ഫണ്ടിങ് ഓപ്ഷന് ഇൻസെൻറ്റീവ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും നയന നമുക്കിപ്പോൾ ഫീഡ് കിട്ടുന്നുണ്ടോ PCR ന്ന്, അതായത് പാർലമെന്റിലേക്ക് പോയതായിട്ടോ അല്ലെങ്കിൽ ആ കസ്റ്റമറി ആയിട്ടുള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? സാധാരണ നമുക്കറിയാമല്ലോ പാർലമെന്റിലെ സ്റ്റെപ്സിലേക്ക് പോകാൻ നേരത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ ആ റെഡ് പൗച്ച് കാണിച്ച് നിൽക്കുന്നു, അതെല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അപ്പോഴായിരിക്കും ഈ കൂടുതലും നമ്മൾ മറ്റുള്ള മീഡിയകളിലും ട്വിറ്ററിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഈ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ സാരിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ വരുന്നതെന്നുള്ള. അപ്പോൾ ഒരു പെപ്പി, അതായത് ഒരു സ്പൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു 15 മിനിറ്റിലാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് അവിടെ ഉണ്ടോ? നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മന്ത്രിസഭാ യോഗം ഈ ഒരു ബഡ്ജറ്റിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതൊരു ഹിസ്റ്റോറിക്കൽ ബഡ്ജറ്റ് ആയിരിക്കുമെന്നൊക്കെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ്, അതായത് തിരിച്ചു കയറുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കും. ഇത് പാർലമെന്റ് എന്തായാലും കേന്ദ്ര മന്ത്രിസഭ ഈ ഒരു ബഡ്ജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. സുരേഷ്, താങ്ക് യു നയന. വി ആർ ജസ്റ്റ് 7 minutes away ഫ്രം ദ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ്. സോ നമ്മുടെ എല്ലാവരുടെയും പ്രഷർ നന്നായിട്ട് കൂടിയല്ലേ പ്രദീപ് ഈ പറയുന്ന പോലെ. അതായത് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ടേംസിൽ പറയാം. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന 1 മണിക്കൂർ സ്പീച്ചാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 2 മണിക്കൂറാവാം, ചിലപ്പോൾ 3/4 മണിക്കൂറാവാം, 1.5 മണിക്കൂറാവാം, എത്രയാണെന്ന് നമുക്കൊരു പിടിയില്ല. എങ്കിലും എപ്പോൾ തീരുന്നോ അപ്പം നമ്മൾ വീണ്ടും നിങ്ങളായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ഹാഫ് ആൻ അവർ നമ്മൾ കൂടുതലും മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റും സ്റ്റോക്കും സെക്ടേഴ്സും ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിഖിലോ വിഷ്ണു ആരെങ്കിലും ജോയിൻ ചെയ്യായിരിക്കും. നമ്മുടെ ഗസ്റ്റായ അനീഷും ചിലപ്പോൾ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഒന്ന് പെപ്പപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വരും. ഏതായാലും നമ്മൾ ഏതാണ്ട് ഒരു 5 മണി, അല്ല 5 മണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നായന, നമ്മൾ 7 മണി വരെ പോകുന്നുണ്ട് ഇന്നത്തെ ലൈവ് കവറേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ബിഗ് ഡേ എന്ന് പറയുന്നത് ഒരു ബിഗ് ബി തന്നെയാണെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് ഈ ബഡ്ജറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന വാക്കുകൾ കൂടുതലും ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ, ടാക്സ് റെസീപ്റ്റ്സ്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാർഗൻസ് ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഈ ബഡ്ജറ്റ് എന്താ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ചെലവാക്കുന്നത് 100 രൂപ. ആ 100 രൂപ എന്ന് പറയുന്നത് ഗവൺമെന്റ് തിരിച്ചു കിട്ടുന്നത് വെറും 76 രൂപ. അതായത് 24 രൂപ കടമെടുത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള. അപ്പോൾ
അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ സിമ്പിൾ ഭാഷയിൽ പറയുന്നതെന്നല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിലേക്ക് ഇനി വെറും മിനിറ്റുകൾക്ക് മാത്രം. അത് കഴിഞ്ഞ് ബഡ്ജറ്റ് ഷോ കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് ജോയിൻ ചെയ്യണം. പ്രേക്ഷകർക്ക് ഞങ്ങൾ പറയുകയാണ്. കാര്യം വെച്ചാൽ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. കൂടുതൽ സമയവും മാർക്കറ്റിലെ ഓപ്റ്റിമിസം അല്ലെങ്കിൽ പെസിമിസം റിഫ്ലക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂറായിരിക്കും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് PCR നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അനിലായിരിക്കും ആ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള. നിങ്ങൾ അനിലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേജർ ആയിട്ടുള്ള ഇൻഡിസസും സ്റ്റോക്സും സെക്ടേഴ്സും നമുക്ക് വാച്ച് ഔട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ പ്രദീപ്, നമ്മൾ ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പേ? അറ്റ് ദ മൊമെന്റ് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 26,000 പോയിന്റ് തന്നെ ആയിരിക്കും. ബട്ട് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊസിഷൻസ് ഒന്നും പുതിയതായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ആ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി, സ്പെക്കുലേഷൻ, ട്രേഡിംഗ് ഒക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ദാറ്റ്സ് എ ഹൈലി റിസ്കി സ്ട്രാറ്റജി. ഞാൻ ഒരിക്കലും ആ ഒരു സ്ട്രാറ്റജി അഡ്വൈസ് ചെയ്യത്തില്ല. മാർക്കറ്റ് സെറ്റിൽ ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് റിവ്യൂ സ്റ്റഡിക്ക് ശേഷം നമുക്ക് പുതിയ പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ ഗവൺമെൻറ് 100 രൂപ സ്പെൻഡ് ചെയ്യുന്നു. ഗവൺമെൻറ് തിരിച്ച് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 76, നമ്മൾ ബോറോ ചെയ്യുന്നത് 24. നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന 100 രൂപയിൽ 40 രൂപയും എവിടെ പോകുന്നതെന്നറിയോ? 40 രൂപ രണ്ടിനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സും. അതായത് നമ്മൾ 100 രൂപ ചിലവാക്കുന്നതിൽ 40 തന്നെ സ്ട്രെയിറ്റ് അവേ പോകുന്നത് സ്റ്റേറ്റ്സിനുമാണ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിലേക്കുമാണ് പോകുന്നത്. ബാക്കി 60 രൂപ മാത്രമാണ് ഗവൺമെൻറ്റിന്, രാജ്യത്തിന് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള. നമുക്കിനിയിപ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് പോകുന്നതിന് മുമ്പ് എനിക്ക് അനിലയോട് ഒന്ന് അറിയാനുള്ളത്, ബാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ബജറ്റിനെ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങോട്ടേക്ക് സമയം നീങ്ങും തോറും ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ വിപണിയിൽ ഏറുന്നു എന്ന് തരാം. ബാങ്കിങ്ങിലേക്ക് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 0.5% അടുത്തൊരു ഒരു 0.5% അടുത്തൊരു നേട്ടത്തിലേക്കാണ് ബാങ്കിങ് സൂചിക എത്തിയിരിക്കുന്നത്. 127 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തുടക്ക ഒരു സമയം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ആക്സിസ് ബാങ്ക് അടക്കമുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സിൽ വലിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു ബജറ്റിന് മുന്നോടിയായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിരുന്നൊരു സിനേറിയോ എന്ന് പറയുന്നത് PSU ബാങ്ക് ഓഹരികളിലായിരുന്ന ഒരു വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആക്സിസ് ബാങ്ക്, അതിനോടൊപ്പം തന്നെ കൊട്ടക് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളിലാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ആദ്യ മണിക്കൂറിലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടക് ബാങ്കിലേക്ക് മാത്രം എത്തുമ്പോൾ 1% മുകളിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇൻഡസിൻ ബാങ്ക് 0.5% നേട്ടം കാഴ്ചവെക്കുന്നുണ്ട്. HDFC ബാങ്കും 0.5% ഒരു നേട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ല് ഒരു പക്ഷേ ഈ ഒരു ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പ്രധാനമായിട്ടും പൊതുമേഖലാ ബാങ്കിങ് കമ്പനികളുടെ അവരുടെ ഒരു ഇംപ്രൂവ്മെന്റ്, അവരുടെ ഒരു പെർഫോമൻസിനെ കൂടുതലായിട്ട് ഇംപ്രവൈസ് ചെയ്യാനും അവർക്ക് കൂടുതലായിട്ട് ഓപ്പറേറ്റിംഗ് മാർജിനും അതിനോടൊപ്പം അവരുടെ ആ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഉണ്ടാവുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു PSU ബാങ്കുകൾക്ക് കൂടുതലായിട്ട് ഒരു അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു അനുമതി ഒരുപക്ഷെ ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഇഷ്യൂ ചെയ്തേക്കാം അല്ലെങ്കിൽ അത്തരം ഒരു അനുമതി നൽകിയേക്കാം എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡേറ്റ, എക്കണോമിക് സർവേയുടെ ഡേറ്റ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ NPS, അതായത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഈ ഒരു സർക്കാർ നിലവിൽ വന്നതിന് ശേഷം വലിയ തോതിൽ NPA കുറവ് കൊണ്ട് മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ തോതിൽ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ കിട്ടാക്കടമായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാനും ഡെക്കേഡ്സ് ലോയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ PSU ബാങ്കുകൾക്ക് കൂടുതലായിട്ട് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് ലെവറേജും നൽകാനുള്ള പദ്ധതികളായിരിക്കും അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഉണ്ടാവുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടൊരു പ്രൊഫഷണലിസം ബാങ്കിങ് മേഖലയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ കൂടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി FDI ലിമിറ്റ്സ്, അതായത് പൊതുമേഖലാ ബാങ്കുകളിൽ FDI ലിമിറ്റ്സ് ഉയർത്തിയേക്കാം എന്നൊരു പ്രതീക്ഷ കൂടി ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിട്ട് പൊതുവെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് മാത്രം
ഒരു മിനിറ്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഓൾറെഡി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് അനുവാദം വാങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ബജറ്റ് കൂടുതൽ അവതരിപ്പിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അനില, എനിക്ക് തോന്നുന്നു നമ്മൾ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാങ്കിങ് എക്സ്പേർട്ടായിട്ട് അനില വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്ലേ ബാബു സാറായിട്ട്? നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബാങ്കിങ് മേഖലകളിലും ബാങ്കിങ് സെക്ടറിന്റെയും കുറച്ച് ക്ലാരിഫിക്കേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളത്. നൗ വി ആർ ജസ്റ്റ് മിനിറ്റ്സ് അവേ ഫ്രം ദ ബഡ്ജറ്റ് എന്നുള്ള കാര്യം. അതായത് സൺഡേ ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലേ? ഞാൻ എന്ത് പറയുന്നത്, ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തായാലും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ബഡ്ജറ്റിന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തി സന്ദർശിച്ചു. ഇനി ബഡ്ജറ്റ് അവതരണത്തിനായി ഉടൻ തന്നെ പാർലമെന്റിലേക്ക് എത്തും. ബജറ്റ് പ്രസംഗം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് പ്രസംഗമാണ് ഇന്ന് നടക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബജറ്റ് പ്രസംഗം ആരംഭിക്കും. അതിന്റെ ലൈവ് നിങ്ങൾക്ക് മൈഫിൻ TV ചാനലിൽ തന്നെ കാണാം അല്ലേ സൂരജ്? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രേക്ഷകരെടുത്ത് നേരത്തെ പ്രദീപ് ചന്ദ്രശേഖർ നിങ്ങൾക്ക് ഒരു ഉപദേശം തന്നിരുന്നു. അതായത് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ മാഡം ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് ഉറ്റുനോക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം തന്നെ പല സ്റ്റോക്കും സെക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ആ ബഡ്ജറ്റിൽ നമ്മളിതാ ഫിനാൻസ് മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു സംസാരം തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? സോ ഓവർ ടു പാർലമെന്റ്. നമുക്ക് പാർലമെന്റിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. നമുക്ക് PCR നിന്ന് ഫീഡ് കിട്ടുമ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്പീച്ച് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പാർലമെന്റിലേക്ക് പോകാം, ഒന്ന് കണക്ഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. താങ്ക് യു. On the table, a copy each of the following papers, Hindi and English versions, under Article 281 of the Constitution. Report for 2026 to 2031, Volume 1, Main Report of the 16th Finance Commission. 2. Report for 2026-2031, Volume 2, Annexures of the 16th Finance Commission. Number 3, Explanatory Memorandum as to the action taken on the recommendations contained in the above report. Item number 2, माननीय वित्त मंत्री निर्मला सीतारमण जी. Honorable Speaker, sir, on the sacred occasion of Magh Purnima and the birth anniversary of Guru Ravidas, I present the budget for the year 2026-2027. The budget beyond digits. This program co-sponsored by JMJ Fintech, NBFC listed at BSE. In association with Shalom Mattress, everlasting comfort and durability. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.